സമീർ സാർ യെസ് സർ, തുടങ്ങാല്ലേ? നമുക്ക് തുടങ്ങാം. ആള് കുറവാന്ന് തോന്നുന്നു അല്ലേ കുട്ടികൾ? ഒന്ന് വരുമായിരിക്കും. വന്നോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മളിപ്പം തുടങ്ങാം, ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യുമായിരിക്കും. ഇത് നമ്മള് ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ടിലേക്കും കൂടെ നമുക്ക് നീങ്ങണം. റിസർച്ചിൽ നമുക്ക് ഏകദേശം എല്ലാം കവർ ചെയ്തു. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു തേർഡ് ബ്ലോക്ക് ഉണ്ട്, അത് നിങ്ങളൊന്ന് വായിക്കണം. അതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ഫ്രെയിംവർക്ക് ഓഫ് റിസർച്ച്. റിസർച്ചിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. സോ there are different designs. Mainly we have to learn. One is experimental design. Experimental design, different families of experimental design, അത് നമുക്ക് പഠിക്കേണ്ടതാണ്. Similarly we have survey design, correlational design and factorial design. ഇതാണ് മേജർ ആയിട്ട് നമുക്ക് അതിൽ വരുന്ന ഡിസൈൻസ്. സ്ട്രക്ചർ ഓഫ് സ്റ്റഡി, അതായത് നമ്മൾ ഒരു റിസർച്ച് എങ്ങനെയാണ് റിസർച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് തന്നെയല്ലേ റിസർച്ച് പ്രോസസ് അല്ലെങ്കിൽ റിസർച്ചിന്റെ സ്റ്റെപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് തന്നെയാണ്. അപ്പൊ റിസർച്ചിന്റെ ആ ഒരു ചട്ടക്കൂടിനെയാണ് ദ ടോട്ടാലിറ്റി ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഹൗ ടു പ്രൊസീഡ് വിത്ത് ദ റിസർച്ച് പ്രോസസ്. നിങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ ഒരു 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 ഔട്ട്ലൈനിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഡെഫിനറ്റ്ലി വി ഹാവ് ടു മേക്ക് ഇറ്റ് ഇൻ അഡ്വാൻസ്. നമ്മൾ റിസർച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് മനസ്സിലായിരിക്കണം എന്താണ് റിസർച്ച് ഡിസൈൻ, വാട്ട് ഈസ് ആക്ച്വലി വാട്ട് ഡിസൈൻ ഐ എം ഗോയിങ് ടു ഡു. ഏതരം ഡിസൈനിൽ ചെയ്താലാണ് എനിക്കിത് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. അത് നേരത്തെ ഉണ്ടായാലുള്ള കാര്യം വെച്ചാൽ അപ്പോഴാണ് നമുക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം, ഇത് ഏത് സ്ട്രാറ്റജീസ് ഒക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, വാട്ട് ആർ ദ പോസിബിൾ സ്ട്രാറ്റജീസ് ദാറ്റ് വി ക്യാൻ യൂസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന റിസർച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഒരു ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് നമ്മൾ റിസർച്ച് പറയുമ്പോൾ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ തന്നെ അതിൽ ലിങ്ക് ചെയ്തിട്ട് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന് വി ഹാവ് മെനി ഐഡിയാസ്, മെനി കാൽക്കുലേഷൻസ് ടു ഡു. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ ഇന്ന് ബിഗിൻ ചെയ്യുന്നത്. ബാക്കിയുള്ള നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പറയണം. വാട്ട് ഈസ് വേരിയബിൾ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ. ഇത് ഫസ്റ്റ് ബ്ലോക്ക് ഇറ്റ് സെൽഫ് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പോ അത് നമ്മൾ ത്രൂ discussion, through our discussions regarding various statistical techniques and statistical modalities, we will deal it. There are many other aspects, the testing of hypothesis, then types of errors, parametric and non-parametric test, അങ്ങനെ കുറെ കാര്യങ്ങൾ, സ്ട്രക്ചറിങ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചറിങ്, യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ by when through the discussions on SPSS and statistics we will cover it. Okay, അപ്പോ നമുക്ക് ഇനി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട് തിങ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത്രയും ഡിഫിക്കൽട്ട് അല്ല. എങ്ങനെയാണെങ്കിൽ വെൻ യു ഫോളോ ഇറ്റ് വെരി റിക്വസ്റ്റ്ലി, ശരിക്കും നിങ്ങൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമുക്ക് നിങ്ങളുടെ ബുക്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് തന്നെ അതിൽ പറയുന്നത്, നമ്മൾ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ എനി അതർ ഡിഗ്രി ഇൻക്ലൂഡിങ് ലാംഗ്വേജസ് ഒക്കെ പഠിച്ചവരൊക്കെ കാണും.
അപ്പൊ അവർക്കൊക്കെ പലപ്പോഴും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ചെറിയൊരു പേടിയൊക്കെ കാണും. ബട്ട് ആക്ച്വലി അങ്ങനെയുള്ള യാതൊരു സ്കോപ്പും ഇല്ല. ബേസിക് അരിത്തമെറ്റിക്, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അറിയുകയാണെങ്കിൽ നമുക്ക് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ്. ദർ ഇസ് നത്തിങ്. ഒരു ചെറിയൊരു ലോജിക് വെച്ചിട്ട് ഹൗ ദ ഫോർമുല ഹാസ് ബീൻ ഡിറൈവ്ഡ്, എങ്ങനെയാണ് ഒരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ള ഒരു ചെറിയൊരു ബേസിക് ഹ്യൂമൻ ലോജിക് നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നത് മാത്രമാണ്. ആ ഒരു സെൻസിൽ തന്നെ നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യും. നമുക്ക് ഓഫ്ലൈൻ അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ there are certain issues to making you understand it. പക്ഷെ എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു ഗിവ് യു ദാറ്റ്. നമുക്ക് ഓരോ പ്രോബ്ലം, അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് യു ഹാവ് ടു ഫോളോ റെഗുലർലി. നമ്മൾ കൃത്യമായി ഫോളോ ചെയ്താലാണ് അതിന്റെ ഒരു ലേക്ക് പോകുന്നത്. ബേസിക് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു, പക്ഷെ അത് എക്സാക്ട്ലി ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, ഇതൊന്നും ആസ് സച്ച് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതല്ല. റെയർലി ചോദിക്കാറുണ്ട്. അതിൽ റെയർ ആയിട്ട് ഡിസ്കസ് ദ മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ ചിലപ്പോ ചോദിക്കാറുണ്ട്, പക്ഷെ റെയർലി ആണ് ചോദിക്കാറ്. ചിലപ്പോൾ മീഡിയനോ അല്ലെങ്കിൽ മോഡൊക്കെ കാണാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം, പക്ഷെ അത് വളരെ റെയർ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. വാട്ട് വി എക്സ്പെക്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സാധാരണ ചോദിക്കുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ലെറ്റ് മീ ടേക്ക് എ വേർഡ് ഫയൽ ആൻഡ് ഷെയർ. സാധാരണ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആസ് സച്ച് ചോദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സ്ഥിരമായി ചോദിക്കുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ആരൊക്കെ അനലൈസ് ചെയ്തു എന്നറിയില്ല, ബട്ട് യു ഹാവ് ടു അനലൈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഇറ്റ് വിൽ ഗിവ് യു എ ക്ലാരിറ്റി. നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ പഠിക്കുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ല എങ്കിലും വി ഹാവ് ടു ഹാവ് എ ക്ലാരിറ്റി. അപ്പൊ അതിന് നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുന്നത് നന്നായിരിക്കും. Okay, let me share a word file and I'm typing something related to that. Okay, see. അപ്പൊ ഇതിൽ സ്ഥിരമായി ചോദിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി നമുക്ക് ഓൺലി തിയറി വിൽ നോട്ട് വർക്ക് യു. വി ഹാവ് ടു ലേൺ തിയറി പ്ലസ് പ്രാക്ടിക്കൽ. രണ്ടും പഠിച്ചാൽ മാത്രമേ പ്രാക്ടിക്കൽ, ഐ മീൻസ് ദ കാൽക്കുലേഷൻസ്. ചിലപ്പോൾ നമ്മൾ ചില സബ്ജക്റ്റുകൾ, ഇപ്പൊ ഞാൻ എംഎഡ് എഡ്യൂക്കേഷൻ ആയിരുന്നു. എഡ്യൂക്കേഷൻ എംഎഡിനൊക്കെ പലപ്പോഴും തിയറി നമുക്ക് പഠിക്കാം, കാൽക്കുലേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും അറിയില്ലെങ്കിലും ഒരു ബാലൻസ് ചെയ്ത് പോകും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ല നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേപ്പർ എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലേൺ റിഗ്രസ്ലി ദ കാൽക്കുലേഷൻസ് ആസ് വെൽ. അപ്പൊ അതില് തിയറിറ്റിക്കൽ കൺസേൺസിൽ നമുക്ക് സാധാരണ ചോദിക്കുന്ന ഒന്നാണ് ടെസ്റ്റുകൾ, നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സില് രണ്ട് തരം ടെസ്റ്റുകളുണ്ട്, പാരാമെട്രിക് ടെസ്റ്റ് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇത് സാധാരണ എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്, അതിന്റെ അസംഷൻ എന്താണ്, അങ്ങനെ ചോദിക്കാം. നോൺ പാരാമെട്രിക്സ് ചോദിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് എ കമ്പാരിറ്റീവ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്, what are the differences or differentiate between parametric and non-parametric. ചോദിക്കാം. Testing of hypothesis. This is another theoretical question we can expect. വരുന്ന സാധാരണയായിട്ട് ചോദിച്ച് കാണുന്ന ഒന്നാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. മറ്റൊന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ. ഇതും വളരെ ബേസിക് ആണ്, പക്ഷെ അതും ചില സമയങ്ങളിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ, തിയറിറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജും കൂടെ അപ്ലൈ ചെയ്തിട്ട് വരുന്ന ഒരു കാൽക്കുലേഷൻ അല്ലാതെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. റെയർലി സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ ഒക്കെ റെയർലി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഞാൻ പറയുന്നത് എസ്സേയും എല്ലാം കൂടിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ടു വേ അനോവ. ഇതിന്റെ സ്റ്റെപ്സ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ അത് ചോദിക്കാറില്ല, അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. ടു വേ അനോവ. ദെൻ നമുക്ക് അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ചെറിയ മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഹൈപ്പോത്തസിസ് ഇവിടെയും ചോദിക്കാറുണ്ട്. ഹൈപ്പോത്തസിസ്, ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ചോദിക്കാറുണ്ട്.
സ്റ്റാറ്റിസ്റ്റിക്സിൽ. പിന്നെ നമുക്ക് ചാൻസ് ഉള്ള ഒന്നാണ് ടെസ്റ്റുകൾ, ദാറ്റ് ഈസ് വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ് ടെസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഹൈപ്പോത്തസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വൺ ടൈൽഡ് ടെസ്റ്റ് ആൻഡ് ടു ടൈൽഡ്. നോർമൽ പ്രോബബിലിറ്റി കർവ്, this is also possibility. And ചെറിയ മാർക്കിന് കൊടുക്കാൻ സെൻട്രൽ ലിമിറ്റ് തിയറം, വാട്ട് ഇറ്റ് ഈസ്. ജസ്റ്റ് അതിന്റെ ഒരു ഓവറോൾ ഔട്ട്ലൈനെ നമ്മൾ പറയുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. വാട്ട് ഇസ് ആക്ച്വലി സെൻട്രൽ ലിമിറ്റ് തിയറം ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എറേഴ്സ് ഇൻ മെഷർമെന്റ്. എറേഴ്സ് ഇൻ മെഷർമെന്റ്, മെഷർമെന്റ് എറേഴ്സ് അത് സാധാരണ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ്, ലെവൽസ് ഓഫ് സിഗ്നിഫിക്കൻസ്, കോൺഫിഡൻസ് ലിമിറ്റ്, confidence limit, skewness, what is skewness, what is kurtosis, something about descriptive statistics. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒരു മാർക്കിന്റെ 2 മാർക്കിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് 1 മാർക്ക് or 2 മാർക്ക്. ആ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. അതുപോലെ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, വൺ ടൈൽഡ്, ടു ടൈൽഡ്, ഇതൊക്കെ NPC ഒക്കെ ഷോർട്ട് ആൻസർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോ ഇതൊക്കെയാണ് തിയററ്റിക്കലി നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇതുകൊണ്ട് മാത്രം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. വൺസ് യു അപ്രോച്ച് ദ submission of your project proposal, this is the first criteria. You have to show the mark or grade card of your first year stating that MPC 05 and 06 are cleared. ningal pass aayi ennulla aa oru grade card vechittanu nammal endu cheyyunnathu project proposal submit cheyyunnathu. allathavarkku adu submit cheyan pattilla. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. നൗ വി ആർ ഗോയിങ് ടു ദ അതർ ആസ്പെക്ട്സ്. നമ്മൾ കാൽക്കുലേഷൻ പാർട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തരാം. ചില ആളുകൾ ചില ക്ലാസ്സുകളൊക്കെ മിസ്സാക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇഫ് യു ആർ കോൺസെൻട്രേറ്റഡ് ഇറ്റ് വിൽ ബി ബെനിഫിറ്റഡ് ഫോർ യു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ, അതായത് ഈ അരിത്മെറ്റിക് മീഡിയൻ മോഡ്, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, ഇതൊക്കെ നമ്മുടെ ഒരു ബേസിക് കാര്യമാണ്. പക്ഷെ അത് പറയാതെ ചില ആളുകൾക്ക് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാവില്ല, ചിലർക്ക് അത് ക്വൈറ്റ് ബോറിംഗ് ആയിരിക്കും നമ്മൾ ഇന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ അത് ഡെഫിനറ്റ്ലി വി ഹാവ് ടു കവർ ദ ബേസിക് ആസ്പെക്ട്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ, മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ഓർ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ. അപ്പൊ അത് നമ്മൾ പറയും. അതില് സെൻട്രൽ ടെൻഡൻസി അതുപോലെ തന്നെ ഡിസ്പെർഷൻ ഒക്കെ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്, മീഡിയൻ മോഡൊക്കെ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്തിരുന്നു. കാരണം അത് ബേസിക് ആയിട്ട് ബാക്കിയുള്ളവർക്ക് ഫർദർ കാൽക്കുലേഷൻസ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വി വിൽ ഗോ ടു ദാറ്റ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കോറിലേഷൻ ആണ്. കോറിലേഷനിൽ നമ്മൾ പല കോറിലേഷൻസ് ചെയ്യും, 5 കോഎഫിഷ്യന്റ് ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ചെയ്യും. പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ അത് സാധാരണ നിങ്ങളുടെ അസൈൻമെന്റിലാണെങ്കിലും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യനിലാണെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കോറിലേഷന്റെ കാര്യത്തില് കോറിലേഷൻ ഏതെങ്കിലും ഒരു കോറിലേഷൻ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. One is Pearson's product moment correlation, another is rank correlation of Spearman, rank correlation. മറ്റൊന്നാണ് Kendall's toe എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോറിലേഷൻ. ഇതാണ് മാറി മാറി ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൺസെപ്റ്റുവൽ ആയിട്ട് ചിലപ്പോൾ 5 കോഎഫിഷ്യന്റ്, അതുപോലെ തന്നെ പോയിന്റ് ബൈ സീരിയൽ, ടെട്രാകോറിക്, ഇതെല്ലാം ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതില് കുറച്ചെണ്ണം നോക്കും. ഈ മോളി പറഞ്ഞിരിക്കുന്ന ഇതില്
ഒന്ന് എന്തായാലും എക്സാമിന് വരുന്നതാണ്. ഐദർ പ്രോഡക്റ്റ് നോമിൽ കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ ഓർ കെൻഡാസ്. അപ്പൊ നമ്മളത് പഠിച്ചിരിക്കും. ഓരോന്നും ചെയ്യുന്ന രീതി നമുക്ക് അറിയണം, കാരണം അത് പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഫൈ കോഫിഷ്യന്റ്, പോയിന്റ് ബൈ സീരിയൽ, ബൈ സീരിയൽ, അതും നമുക്ക് അറിയേണ്ടതാണ്. പിന്നെ ഈ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിയറിറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻ. പക്ഷെ ഇതുവരെ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നിട്ടില്ലാത്ത ഒന്നാണ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. പാർഷ്യൽ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ. പക്ഷെ നമ്മളതൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫോർമുലയിൽ ഡിഫറൻസേ ഉള്ളൂ. പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ, ഇത് നമുക്ക് ചെയ്യണം. ഓക്കെ, ഇനി മറ്റ് ഒരു വെരി സിഗ്നിഫിക്കന്റ് വൺ ഈസ് റിഗ്രഷൻ. ഇറ്റ് ഈസ് ഷുവർ ക്വസ്റ്റ്യൻ. റിഗ്രഷൻ ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ വേരിയബിൾസ് ഒന്ന് മറ്റൊന്നിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിന് കാരണമായി മറ്റൊരു ഫാക്ടർ മാറുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആസ് എ സൈക്കോളജിസ്റ്റ് ഓർ ആസ് എ ക്ലിനീഷ്യൻ ഓർ ആസ് എ റിസർച്ചർ യു ആർ സേയിങ് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ബേസിക് സ്കില്ലായി മാറേണ്ടതാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും റിഗ്രഷൻ ഈസ് ആൾവേസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. അപ്പൊ റിഗ്രഷൻ നമ്മൾ പഠിച്ചിരിക്കണം. വി ഹാവ് ടു വർക്ക് ഔട്ട് റിഗ്രഷൻ. ദെൻ കമ്പാരിസണിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ടി ടെസ്റ്റ്. രണ്ട് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടി ടെസ്റ്റ്, അതുപോലെ തന്നെ രണ്ടിലധികം ഗ്രൂപ്പുകൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് ഓർ വൺ വേ അനോവ. ഈ ടി ടെസ്റ്റിന്റെ നോൺ പാരാമെട്രിക് രീതിയായ യു ടെസ്റ്റ്, വൺ വേ അനോവയുടെ നോൺ പാരാമെട്രിക് രീതിയായ എച്ച് ടെസ്റ്റ്. ഇത് നമ്മൾ തിയറി മാത്രമേ നോക്കുന്നുള്ളൂ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള മേജർ തിങ്. വൺ മോർ ഈസ് കൈ സ്ക്വയർ ടെസ്റ്റ്. ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പോകുന്നത്. അത് വർക്ക്ഔട്ട് ചെയ്ത് ചോദിക്കണം. കൈ സ്ക്വയർ ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ. 5 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോ വേ ഇറ്റ് വിൽ ബി accepted from the question paper. Regression, always it will be there. അനോവ ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ഉള്ളതാണ്. അനോവ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. കുറച്ച് സിമ്പിൾ കാൽക്കുലേഷനേ ഉള്ളൂ, പക്ഷെ വർക്ക്ഔട്ട് ചെയ്യാൻ കുറച്ചുണ്ട്, ലെങ്തിയാണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ടി ടെസ്റ്റ് ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം കാണുന്നതാണ് ടി ടെസ്റ്റ്. പിന്നെ യു ടെസ്റ്റ് അതെല്ലാം തന്നെ ചില സമയത്താണ് കാണുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കോറിലേഷനിൽ ഒരു കോറിലേഷൻ എന്തായാലും ചോദിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങള് സ്ഥിരമായി, അതായത് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലി തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് യു ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്, വെരി റിഗ്രസ്ലി യു ഹാവ് ടു അറ്റൻഡ് ദ ക്ലാസസ് ആൻഡ് വർക്ക്ഔട്ട് യുവർ. നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് പറയും, അത് അപ്പൊ ഇരുന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുക. വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ് യു ക്യാൻ ആൾസോ ഡിസ്കസ് ഇൻ യുവർ ഗ്രൂപ്പ്. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ആ ഒരു കാര്യം ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. അത്ര ഡിഫിക്കൽട്ട് ടാസ്ക് ഒന്നും അല്ല, നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. പക്ഷെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ലെറ്റ് us മൂവ് ടു ദ presentation and let us move to one by one. What is statistics and what are the aspects? സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് കാര്യം നമുക്ക് ആദ്യം പറയാം. എന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പവർ പോയിന്റ് നിങ്ങളെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ ഞാൻ എഴുതി നോക്കിയപ്പോൾ അതിൽ കുറെ ഇനീഷ്യൽ പാർട്ട് ആർ മിസ്സിംഗ്. ഞാൻ എന്ത് വിചാരിച്ചു, ഇനീഷ്യൽ വി ക്യാൻ ഡിസ്കസ് ഹിയർ സ്റ്റാറ്റിസ്റ്റിക്സ്. വാട്ട് ഈസ് ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Initially, what is actually statistics? Statistics is a science. It is a science that deals with data. A science that deals with data. Datayuമായി ബന്ധപ്പെട്ട ഒരു സയൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബേസിക് തിങ്സ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ആരും ചോദിക്കാനൊന്നും പോകുന്നില്ല. ജസ്റ്റ് ഫോർ നോളജ് ഐ എം സെയിങ്. It is a science that deals with collection of data. It deals with collection of data. Tabulation of data, classification, analysis, and interpretation of the result. ഇതുമായി ബന്ധപ്പെട്ട ഒരു
സയൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് നമ്പറിനെ കുറിച്ചുള്ള ഒരു ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി. ഇറ്റ്സ് ഡീൽസ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സയൻസ് ഓഫ് പ്രോബബിലിറ്റി. It is about probability. It is a science that deals with collection of data, tabulation or classification of data, analysis of data, and related interpretation of the result. That is all about statistics. നമ്മളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രഡിക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്, ഒരു കൈൻഡ് ഓഫ് സയൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുന്ന ഒരു ടേമാണ് ഡേറ്റ. വാട്ട് ഈസ് ആക്ച്വലി ഡേറ്റ? Data is anything that is given is called as data. നമ്മുടെ കയ്യിലുള്ള എന്തൊന്നിനെയും നമ്മൾ ഡാറ്റ, പ്രത്യേകിച്ചും സ്റ്റാറ്റിസ്റ്റിക്സ് ആകുമ്പോൾ അത് നമ്പറിൽ വരുമ്പോഴാണ് നമ്മൾ ന്യൂമറിക്കൽ ഡാറ്റ. വി ആർ ടോക്കിംഗ് അബൌട്ട് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ഡാറ്റ ഈസ് എനിത്തിങ് that gives you information that is known as data. നമുക്ക് വിവരങ്ങൾ തരുന്ന, റിസർച്ചിൽ നമുക്ക് വിവരങ്ങൾ തരുന്ന എന്തൊന്നിനെയും നമ്മൾ ഡാറ്റ എന്നാണ് പറയുന്നത്. ഈ ഡാറ്റയിൽ തന്നെ there are two kinds of data. നമ്മൾ അതിലേക്ക് ഇങ്ങനെ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, നോട്ട് അറ്റ് ഓൾ റിലേറ്റഡ് ടു യുവർ പേപ്പർ. അപ്പൊ അതിൽ രണ്ട് തരം ഡാറ്റയും നമുക്കറിയാം. ഒന്ന് റോ ഡാറ്റ, ദെൻ മീനിങ്ഫുള്ളി അറേഞ്ച്ഡ് ഡാറ്റ, മീനിങ്ഫുൾ ഡാറ്റ. രണ്ട് തരം ഡാറ്റ, അറേഞ്ച് ഡാറ്റ, ഓർഗനൈസ്ഡ് ഡാറ്റ എന്ന് പറയും. മീനിങ്ഫുൾ ഓർ ഓർഗനൈസ്ഡ് ഡാറ്റ. ഓർഗനൈസ് ചെയ്ത ഡാറ്റയുണ്ട്, നമുക്ക് organized data ഉണ്ട്, അതുപോലെ തന്നെ raw data. Now let me give you some of the aspects of data. ഇത് വളരെ ബേസിക് ആണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പെട്ടെന്ന് പറഞ്ഞു. ഡാറ്റ ഞാൻ കുറേ നമ്പേഴ്സ് ഇവിടെ എഴുതുന്നു. നോക്കുക, കുറെ നമ്പേഴ്സ് ഞാൻ എഴുതി. ഇതെന്താണ് നമ്പേഴ്സ് ഇങ്ങനെ കാണുക. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. എന്റെ സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഔട്ട് ഓഫ് 50 ഐ ഹാവ് കണ്ടക്ടഡ് ആൻ എക്സാമിനേഷൻ. അപ്പൊ ഇങ്ങനെ ഞാൻ മാർക്ക് ഇങ്ങനെ വെറുതെ എഴുതി വെക്കുമ്പോൾ ഇതെന്താണ്? ദിസ് ഈസ് ആക്ച്വലി അൺഓർഗനൈസ്ഡ് ഡേറ്റ. ദിസ് ഈസ് കോൾഡ് ആസ് റോ ഡാറ്റ. പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല. എനിക്ക് വെറുതെ വേണമെങ്കിൽ വിത്ത് മൈ ബേസിക് സെൻസ് ഓർ കോമൺ സെൻസ് ഐ ക്യാൻ സേ സംതിങ്. 20 മുകളിൽ കുറച്ച് പേരെ കണ്ടെന്നൊക്കെ എണ്ണിയിട്ടൊക്കെ എനിക്ക് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും വലിയ ആള് 36 ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ആളുടെ മാർക്ക് 1 ആണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഈ അൺഓർഗനൈസ്ഡ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നമുക്ക് നടത്താം. ഇഫ് ഇറ്റ് ഈസ് എ മാനേജബിൾ ഡാറ്റ, അല്ലെ? നമുക്കൊരു മാനേജബിൾ ഡാറ്റ, നിങ്ങൾക്ക് ഒരു 10,000 കണക്കിന് ഡാറ്റയുണ്ട്, 10,000 ഡാറ്റയുണ്ട്, 10,000 കുട്ടികളുടെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു നീറ്റ് എക്സാം എടുക്കുക. നീറ്റ് എക്സാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. നീറ്റ് എക്സാമില് കുട്ടികൾ എഴുതിയ കുട്ടികളുടെ മാർക്ക് ഇതുപോലെ റോ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ വേഗമായിരിക്കും. 10,000 കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ എഴുതുന്ന ഒരു ഡാറ്റയെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡാറ്റയാണ് നമ്മൾ എന്ന് പറയുന്നത് റോ ഡാറ്റ എന്ന് പറയുന്നത്. There are possibility of organization of the raw data. റോ ഡാറ്റയെ നമ്മൾ സാധാരണ ഓർഗനൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മേക്കിംഗ് ഇൻ ടു ഫ്രീക്വൻസി ടേബിൾ. ഡാറ്റയെ നമുക്ക് ഫ്രീക്വൻസി ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡാറ്റയിലെ ഒരു സ്ലാബ് കൊടുത്തുകൊണ്ട് ഇത്ര മുതൽ ഇത്ര വരെയുള്ള ഒരു കാറ്റഗറി, അതിനുശേഷം ഒരു പ്രത്യേക പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെയുള്ള അത് രണ്ടാമത്തെ ഒരു കാറ്റഗറി, അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അതിനെ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മളതിന് പറയുന്നതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ക്ലാസ്സുകളായിട്ട് ചില സ്ലാബുകളായിട്ട് തരംതിരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 36-നും 1-നും ഇടയിലുള്ള ഡാറ്റ സെറ്റ് ആണ്. അപ്പൊ നമ്മളെ റിസർച്ചറിന്റെ അല്ലെങ്കിൽ ആരാണോ ഈ ഡാറ്റയെ മാനേജ് ചെയ്യുന്നത് അയാളുടെ കൺവീനിയൻസിനനുസരിച്ച്, അതുപോലെ തന്നെ ടോട്ടൽ ഡാറ്റയുടെ സ്ട്രെങ്ത് അനുസരിച്ചൊക്കെ തന്നെ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. അതല്ലെങ്കിൽ വല്ല തിയറിറ്റിക്കൽ അസംഷൻ നമുക്കുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റയെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഡാറ്റയെ നമ്മൾ ഫ്രീക്വൻസി ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഹിയർ വി ഹാവ് 1 and 36 ആസ് എക്സ്ട്രീംസ് ആൻഡ് എക്സ്ട്രീം വാല്യൂസ്.
അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ലോജിക്കലി നോക്കിയപ്പോൾ എനിക്ക് 1 മുതൽ 10 വരെ ഒരു കാറ്റഗറി, 10 മുതൽ 20 വരെ ഒരു കാറ്റഗറി, 20 to 30, 30 to 40 ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി തിരിക്കാമെന്ന്. ഇറ്റ്സ് അപ് ടു മീ. ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ, ടോട്ടൽ അതിന്റെ ഒരു സ്പ്രെഡ്, ഇതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് 1 to 5 വേണമെങ്കിൽ അങ്ങനെയാക്കാം. അപ്പൊ എന്റെ ഒരു കൺവീനിയൻസ് ഞാനിവിടെ 0 to 10 എന്ന കാറ്റഗറി കൊടുത്തു. ഫോർ എക്സാമ്പിൾ, ഐ എം ജസ്റ്റ് മേക്കിംഗ് എ ഫ്രീക്വൻസി ടേബിൾ, ഇൻസേർട്ടിങ് എ ടേബിൾ. ഞാനൊരു ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ അതിന്റെ ക്ലാസ്സുകളെ എഴുതാൻ പോവാണ്. ക്ലാസ്സസ് 0 to 10 എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അടുത്തത് 10 to 20, അടുത്തത് 20 to 30, നെക്സ്റ്റ് 30 to 40. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്റെ കൺവീനിയൻസിനനുസരിച്ച് ഞാനൊരു ക്ലാസ് ഉണ്ടാക്കി അതിലേക്ക് ഇവരെ പോസ്റ്റ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ഫ്രീക്വൻസി എഴുതും. ഈ ഫ്രീക്വൻസി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആക്കുമ്പോൾ ആദ്യം നമ്മൾ ഓരോന്നിനും റെപ്രസെന്റ് ചെയ്യുന്ന ടാലി മാർക്സ് ആയിട്ട്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടാലി മാർക്സ് ആയിട്ട് ഇവിടെ വരയും. ഇവിടെ ടാലി മാർക്സ് നമ്മൾ ചെയ്യുമ്പോൾ 5ന്റെ ബ്ലോക്കുകളായിട്ടാണ് വരയുന്നത്. 1, 2, 3, 4 ഇങ്ങനെ. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4. അത് കഴിഞ്ഞാൽ 5ാമത്തെ നമ്മൾ ക്രോസ് ആയിട്ടാണ് വരയുന്നത്. ഇവിടെ ക്രോസ് വരയാനായി ഐ തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ഡ്രോ എ ക്രോസ്. ക്രോസ് വരയണമെങ്കിൽ ഞാൻ ഇൻസേർട്ടിൽ പോയിട്ട് ഇവിടെ എടുത്തിട്ട് വരെയായിരിക്കും, ഷേപ്പിൽ പോയിട്ട്. ഓക്കെ, ഐ ക്യാൻ ഡ്രോ എ ക്രോസ്. ഇങ്ങനെ 5ന്റെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് സാധാരണ നമ്മൾ വരയുന്നത്. ഓക്കെ, ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. യെസ്, ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരയുമ്പോൾ ടാലി മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ബേസിക് തിങ് ആണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വരുമ്പോൾ വീണ്ടും അടുത്ത 5ന്റെ ബ്ലോക്ക്, ഇൻ ഓർഡർ ടു കൗണ്ട് ഇറ്റ് ഈസിലി, അല്ലെ, ഈസിലി കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ടില്ല, കൗണ്ട് ചെയ്യാതെയാണ് വെച്ചിരിക്കുന്നത്. ലെറ്റ് മീ കൗണ്ട്. ഞാൻ ഇങ്ങനെ എന്റെ കൺവീനിയൻസിനനുസരിച്ച് 1 നും 36 ഇടയിലെ ഡാറ്റയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ 4 ക്ലാസ്സുകളായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തു. ഇനി ലെറ്റ് മീ കൗണ്ട് ഇറ്റ്, ലെറ്റ് മീ പോസ്റ്റ് ഇറ്റ്. 1 വന്നു, 2, 3, 4, 5. അപ്പൊ 5നെ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ എനിക്ക് 10നുള്ളിൽ 6 ഉണ്ട്, അല്ലെ? എത്രയും ഞാൻ പോസ്റ്റ് ചെയ്തു. ഇനി 6നെ ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പൊ പോസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ അങ്ങ് ഡെലീറ്റ് ചെയ്തു. അപ്പൊ 6 വേണം. അപ്പൊ എനിക്ക് വീണ്ടും ഇവിടെ ഒരു ടാലി മാർക്ക് കൂടെ ഞാൻ കിട്ടും. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തത് 10നും 20നും ഇടയിൽ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, അല്ലെ? 5 ഉണ്ട്. അപ്പൊ അത്രയും കഴിഞ്ഞപ്പോ എനിക്ക് മുകളിലത്തെ പോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? മുകളിലത്തെ അത്രയും കാര്യങ്ങള് അതുപോലെ 5 വരുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്തു. ടാലി മാർക്ക് വന്നില്ല. ഞാൻ അതുപോലൊരു ഇതായിട്ട് വെച്ചു. ഓക്കെ, സോറി, അവിടെ ഉണ്ട് അത്. ടാലി മാർക്ക് ജസ്റ്റ് അത് എനിക്കിവിടെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. അഗെയിൻ ഇത് ഓരോന്നും ഇങ്ങനെ നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്, ഇറ്റ് വിൽ ടേക്ക് അവർ ടൈം. എനിവേ ജസ്റ്റ് ഒന്ന് ഇതൊരു ഇനീഷ്യൽ സംഭവം ആയതുകൊണ്ട് ഞാൻ ഇന്നും എടുത്തു. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ടാലി മാർക്ക് കൊടുത്തു, 5 ആയി. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് മൈ ടാർഗറ്റ്? എത്രയാണ് എന്റെ ടാർഗറ്റ്? അപ്പൊ ഞാൻ 17. ഇനി ഇവിടെ 17 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. 17 പോസ്റ്റ് ചെയ്യണം. 10 എന്ന് പറയുന്നത് 10നും 20നും ഇടയിലാണ്. അപ്പൊ ഞാൻ 2 വീണ്ടും എനിക്ക് വേണം. സോറി, ഓക്കെ, 17 എനിക്ക് വന്നു, 10 വന്നു. ഇനി അടുത്തത് 20 ആണ്. 20 ഇപ്പുറത്താണ് വരുന്നത്. 20 എന്ന് പറയുമ്പോൾ നമ്മുടെ ലോവർ ലിമിറ്റ്, അതിനെ കുറിച്ച് ഞാൻ പറയാം. ലോവർ ലിമിറ്റ് ആണ് വരുന്നത് 21. പിന്നെ 25 ഒന്നുണ്ട്, 2 ഉണ്ട്. ഇപ്പൊ 3 ആയി, 4 ആയി, 5, 6, 7 ഉണ്ട്. അപ്പൊ നേരത്തെ പോലെ തന്നെ വീണ്ടും ഞാനവിടെ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് 7 വന്നു, അല്ലെ? ഇവിടെ അടുത്തതിൽ 7 വന്നു. അങ്ങനെ പിന്നെ നമുക്ക് ഇവിടെ അതിന്റെ ഫ്രീക്വൻസി നമ്മൾ എഴുതുന്നു. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? ഐ ജസ്റ്റ് ഡിനോട്ട് ആസ് എഫ്. എന്നിട്ട് അതിന്റെ ഫ്രീക്വൻസി ഇവിടെ ഇങ്ങനെ എടുത്തെഴുതുന്നു. ഈ സംഭവത്തിനെയാണ് നമ്മൾ
ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി, പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഇനി ഇതിലെ ക്ലാസ് എന്താണ്, ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഫർദർ വെൻ വി ഗോ ഫോർ അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, വി ഹാവ് ടു നോ ദ ഐഡിയാസ് ഓഫ് ഇറ്റ്. ഇതിൽ എന്താണ്, വാട്ട് ഡു യു, ഇവിടെ നമ്മൾ ഇത് നോക്കുമ്പോൾ there are certain terms we have to identify what is class. എന്താണ് ക്ലാസ് എന്ന് പറയുന്നത്, എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എഫ് എന്ന ഇതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് ഈസ് ഫ്രീക്വൻസി, വാട്ട് ഈസ് ക്ലാസ് ഇന്റർവെൽ, CI or ക്ലാസ് ഇന്റർവെൽ, വാട്ട് ഈസ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയാം. Then what is upper limit, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പർ ലിമിറ്റ് ഓർ അപ്പർ ബൗണ്ട് ആൻഡ് ലോവർ ബൗണ്ട് ഓർ ലോവർ ലിമിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത്തരം ടേംസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കാരണം നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്ന് ഫൈൻഡ് ഔട്ട് ദ അരിത്തമെറ്റിക് മീൻ ഫോർ ദ ഫോളോയിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. ദർ ഈസ് നോ കോംപ്ലിക്കേഷൻ, വളരെ സിമ്പിൾ ആണ്, എല്ലാവരും മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്, ക്ലാസ് ഉണ്ട്, ടൈം. അപ്പൊ വാട്ട് ഈസ് ക്ലാസ്, ഈ തന്നിരിക്കുന്ന ഓരോന്നും ക്ലാസ് ആണ്. വി ഹാവ് 4 ക്ലാസ്സസ് ഹിയർ, 0 to 10, 10 to 20, 20 to 30, 30 to 40. അതിനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. എത്ര ക്ലാസ്സസ് ഉണ്ട്, വി ഹാവ് 4 ക്ലാസ്സസ് ഹിയർ, അല്ലെ? 4 ക്ലാസ്സസ്. വളരെ ബേസിക് ആണ് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് നോട്ട് അബൌട്ട് അവർ സ്റ്റഡി. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാം. ഫ്രീക്വൻസി എന്താണെന്ന് അറിയാലോ, ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. അതിന്റെ ടോട്ടലിനെയാണ് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായിരിക്കും എൻ ഓഫ് ദ ക്ലാസ്. നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ ഒന്നിന്റെ ഇപ്പൊ 20 to 30 ഫ്രീക്വൻസി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് ഓഫ് 20 to 30. 20 to 30 ഫ്രീക്വൻസി വെച്ചാൽ 8 ആയിരിക്കും. ടോട്ടൽ ഫ്രീക്വൻസി ആണ് നമ്മൾ എൻ എന്ന് പറയുന്നത്, അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ആണ്. ടോട്ടൽ എഫ് ഈസ് ഈക്വൽ ടു എൻ, ദാറ്റ് ഈസ് ടോട്ടൽ പാർട്ടിസിപ്പൻസ്, അല്ലെ? ടോട്ടൽ പാർട്ടിസിപ്പൻസ് എത്രയാന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി എൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ ബേസിക് കാര്യങ്ങൾ. CI ക്ലാസ് ഇന്റർവെൽ എന്താണ്, എനിവൺ ക്യാൻ റെസ്പോണ്ട്. ക്ലാസ് ഇന്റർവെൽ, അതിന് മുന്നേ ഞാൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് പറയാം. അപ്പർ ലിമിറ്റ് എന്താണ്, ഈ മുകളിൽ അവസാനം കാണുന്ന ഓരോ ക്ലാസിന്റെയും അവസാനത്ത് വരുന്ന ആളിനെയാണ് ആ വാല്യൂ വരിക അപ്പർ ലിമിറ്റ്. ഇതിലെ അപ്പർ ലിമിറ്റ് 10 ആണ്, ഇതിന്റെ അപ്പർ ലിമിറ്റ് 0 ആണ്, ഇതിന്റെ അപ്പർ ലിമിറ്റ് 30 ആണ്, ലോവർ ലിമിറ്റ് 20 ആണ്. ഇവിടെ അപ്പർ ലിമിറ്റ് 40 ആണ്, ലോവർ ലിമിറ്റ് 30 ആണ്. Okay, what is class interval? Any of you can say what is class interval? 10. കേട്ടില്ല, ക്ലാസ് ഇന്റർവെൽ ആരോ പറഞ്ഞല്ലോ. 10. ക്ലിയർ ആയില്ല. 10. അല്ല, ക്ലാസ് ഇന്റർവെൽ എന്താണ്? How can you define class interval? എങ്ങനെയാ ക്ലാസ് ഇന്റർവെൽ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. 10 is the class interval എങ്ങനെ എടുക്കുന്നത്? The range between upper limit and lower limit നെയാണോ സർ ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്? ഓക്കെ. അപ്പൊ നസീബി ആണ് അത് പറഞ്ഞത്. അത് ശരിയാണോ? ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? യെസ്, രേഷ്മ ശരിയാണോ? യെസ്, ശരിയാന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും അത് തെറ്റാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ഈ ക്ലാസ്സിനെ എനിക്ക് വേറൊരു രീതിയിൽ ഇവിടെ ക്ലാസ്സിനെ മാറ്റാം. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്ലാസ് ആക്കാം. 0 to 9, 10 to 19, 20 to 9, 20 to 29, 30 to 39. ഇങ്ങനെ 2 തരം ക്ലാസ് ഫ്രീക്വൻസി നമ്മൾ 2 തരം ക്ലാസ്സുകൾ എഴുതി. ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇൻക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ക്ലാസ്. ഇത് ഇൻക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നേരത്തെ ചെയ്തത് എക്സ്ക്ലൂസീവ് ആയിരുന്നു. 2 ഡിസ്ട്രിബ്യൂഷൻസ് ഇൻക്ലൂസീവ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട്. ഇൻക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴേ എങ്ങനെയായിരുന്നു? ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു. ഇതില് 10 വരുന്നത് എവിടെയാണ്? ഇപ്പൊ 10 എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ടെങ്കിൽ ഇവിടെയാണ് 10 വരുന്നത്. ഈ ക്ലാസ്സിലാണ് 10ന് ഞാൻ എൻട്രി ചെയ്യുക. മുകളിൽ ഞാൻ 10ന് എൻട്രി ചെയ്യില്ല. കാരണം ഇത് എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പർ ലിമിറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ക്ലാസ്. പക്ഷെ ഞാൻ ഇപ്പോ അവസാനം പറഞ്ഞ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ കേസ് എന്തായിരുന്നു?
കഴിഞ്ഞ കേസ് ഞാൻ 0 to 9 പറഞ്ഞു, 10 to 19 പറഞ്ഞു, 20 to 29 പറഞ്ഞു, 30 to 39 പറഞ്ഞു. ഇത് ഇൻക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബോത്ത് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്ലാസ്. അപ്പൊ ഈ കേസിൽ ഇവിടെ ക്ലാസ് ഇന്റർവെൽ എത്രയാ? അപ്പോ 9. അതാണ് നിങ്ങൾ പറഞ്ഞ ആൻസർ. ഇറ്റ് ഈസ് റോങ്. ഇറ്റ് ഈസ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള വ്യത്യാസമല്ല ക്ലാസ് ഇന്റർവെൽ. മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ any two upper limits or any two lower limits. ഏതെങ്കിലും രണ്ടിലും 10 ആണ് ക്ലാസ് ഇന്റർവെൽ. നിങ്ങളിപ്പോ 9 പറഞ്ഞു, പക്ഷെ അത് 10 ആണ് അവിടെ ക്ലാസ് ഇന്റർവെൽ. ഇങ്ങനെയാണ് നോക്കേണ്ടത്. എനി ടു ലോവർ ലിമിറ്റ്. ക്ലാസ് മാറിയാലും ക്ലാസിന്റെ നേച്ചർ ഇൻക്ലൂസീവ് ആയാലും എക്സ്ക്ലൂസീവ് ആയാലും ക്ലാസ് ഇന്റർവെൽ ഒന്നായിരിക്കും. അതായത് 10 തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് കാൽക്കുലേറ്റ്. ഏതെങ്കിലും 2 ലോവർ ലിമിറ്റുകളോ ഏതെങ്കിലും 2 അപ്പർ ലിമിറ്റുകളോ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ക്ലാസ് ഇന്റർവെൽ എന്ന് കൃത്യമായി പറയാം. ക്ലിയർ ആണ്? അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ക്ലാരിഫൈ ചെയ്യാൻ. ഇനി നമ്മൾ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. കൺഫ്യൂഷൻ ഉണ്ട് ആർക്കെങ്കിലും? ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലാസ് ഇന്റർവെൽ ക്ലാസ് വിഡ്ത്ത് എന്ന് പറയുന്നത് രണ്ടും ഒന്നല്ലാണോ? അതന്നെ, സെയിം എക്സാമ്പിൾ എക്സാക്ട്ലി അത് തന്നെയാണ്. ഇന്റർവെൽ ഈസ് ആക്ച്വലി ദ വിഡ്ത്ത്, സൈസ് ഓഫ് ദ ക്ലാസ്, വിഡ്ത്ത് ഓഫ് ദ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയും. സെയിം ആണ്. നൗ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കയറുമ്പോൾ ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ PPT. ലെറ്റ് മീ ഗിവ് യു ദ PPT. ഓക്കെ, ഷെയറിംഗ് മോഡിലാണ്. ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഡേറ്റ. ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സിനാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് ഡീൽസ് ദ ബേസിക് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഒബ്റ്റെയിൻഡ് ഡാറ്റ. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡീവിയേഷൻ. അതെല്ലാമാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ we have to write what is descriptive statistics, that describes the data. Similarly, it's a branch of statistics that deals with the description of the obtained data, including classification, tabulation, graphical representation, measures of central tendency, and the measures of dispersion. അത്രയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. പ്ലസ് സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്, അതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങൾ. ലെറ്റ് മീ റൈറ്റ് അഗെയിൻ ഇൻ ദ വേർഡ് വാട്ട് ഈസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇതില് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന കാര്യങ്ങൾ, ഒന്ന് ദിസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ടാബുലേഷൻ ഓഫ് ഡാറ്റ വരും, മറ്റേ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരും, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡാറ്റ, സെൻട്രൽ ടെൻഡൻസി വരും, സെൻട്രൽ ടെൻഡൻസി മെഷേഴ്സ് വരും. സിമിലർലി dispersion measures വരും, measures of central tendency, measures of dispersion of deviation. അത് പിന്നെ വരുന്നതാണ് central tendency. Then we have skewness and kurtosis. ഇതെല്ലാം കൂടി ചേർത്തതിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. Let us come to all. നമ്മളിപ്പോ ടാബിൾ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു, ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന് മുന്നേ നമ്മൾ എങ്ങനെ ഒരു ഡാറ്റയെ മീനിങ് ഫുൾ ടേബിൾ ആക്കാം, അതാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞത്. കം ടു ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. സ്ഥിരമായി അല്ലെങ്കിലും നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ? ചോദിക്കാറുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഗ്രാഫ് ആയിട്ട് പിക്ചർ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന, അതായത് ഡാറ്റ ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ പിക്ചർ ഓർ ചാർട്ട്. ഡാറ്റ ഇൻ ദ ഫോം ഓഫ് പിക്ചർ ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ചാർട്ട്. അതിനെയാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓരോ സ്റ്റേജസിലേക്ക് നമ്മൾ പോകുന്നു. ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാനുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്
ബാർ ഗ്രാഫ് വരുന്നുണ്ട്. Another is histogram വരുന്നുണ്ട്. മൂന്നാമത്തത് ഫ്രീക്വൻസി പോളിഗൺ. Then frequency curve, cumulative frequency curve, it is also known as ogive. Clear? ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡാറ്റ എന്ന കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ചിലപ്പോൾ ഫ്രീക്വൻസി പോളിഗണിനെ ഒറ്റ വാക്കായിട്ട് ചോദിക്കാറുണ്ട്. ഒറ്റ യെസ്, കൺഫ്യൂഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണോ? ഓക്കെ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഒരു ഗ്രാഫിനെ നമുക്ക് എങ്ങനെ ബാർ ഗ്രാഫ് ആയിട്ട് വരയ്ക്കാൻ പറ്റും? ആദ്യം നമ്മൾ ബാർ ഗ്രാഫ് ആണ് നോക്കുന്നത്. ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോഴേ നമ്മൾ സിംപ്ലി ഓരോ ഫ്രീക്വൻസിയെയും നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇന്റർവെല്ലിനെ, ഒരു ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഇൻഡിപെൻഡന്റ് ബാർസ് ആയിട്ട് വരയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൺ എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ് ആക്സിസിൽ ക്ലാസസ് വരയും, വൈ ആക്സിസില് നമ്മൾ എന്ത് ചെയ്യും, ഫ്രീക്വൻസിയും വരും. എന്നിട്ട് ഫ്രീക്വൻസിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഗ്രാഫ് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാർ ആയിട്ട് വരും. ലെറ്റ് മീ ട്രൈ വിത്ത് വേർഡ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഓക്കെ ഓർ നോട്ട്. ബാർ ഗ്രാഫ് ഐ തിങ്ക് ഐ ക്യാൻ ടേക്ക് എക്സൽ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിനെ ഒരു ഇതായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾക്ക് വരയാം. താഴെ നമ്മുടെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിന് എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ഇതാണ് നമ്മുടെ വേണ്ട കാര്യങ്ങൾ. ഓക്കെ, വാട്ട് വി റിക്വയർ ഈസ്, ബാർ ഗ്രാഫിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാർ ഗ്രാഫിൽ നമുക്ക് വേണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ നമുക്ക് ക്ലാസ്സുകൾ വേണം, വൈ ആക്സിസിൽ നമുക്ക് എന്ത് വേണം, ഫ്രീക്വൻസി വേണം. ഫ്രീക്വൻസി. അപ്പൊ ഇതില് ഒരു ടേബിൾ എടുത്ത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആ ടേബിൾ ഒന്ന് വരച്ചത്. ഫ്രീക്വൻസി. ഓക്കെ, എനിക്കിവിടെ ക്ലാസ്സസ് ഉണ്ട്. ഇതാണ് നമ്മൾ വരയുന്നത്. ക്ലാസ്സസ് ഐ ഹാവ് 0 to 10, 10 to 20, 20 to 30, 30 to 40. ഇതാണ് എന്റെ ക്ലാസ്സസ്. ഐ ഹാവ് ഫ്രീക്വൻസി ഹിയർ. ഫ്രീക്വൻസി ആയിട്ട് എനിക്ക് ഇതില് 7 വന്നു, 0 to 10, 12, 15. ഇങ്ങനെയാണ്. ഓക്കെ, ദിസ് ഇസ് മൈ ക്ലാസ്സസ്. സോ എനിക്ക് ഇനി എവിടെ ഇങ്ങനെ വരയാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഒരു വരയുന്നത്, നമ്മൾ ആദ്യം എക്സ് ഡാഷ് എക്സ്, നമ്മൾ സാധാരണ ഈ ഗ്രാഫ് വരയുമ്പോൾ സാധാരണ പറയുന്നത് നമ്മൾ x/y എന്ന് പറയുന്നത് 3:2 ആയിരിക്കണം അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് ജനറലി പറയാറുണ്ട്. 3:2. അപ്പൊ നമ്മൾ എക്സ് ആക്സിസ് വരയുന്നു. ഫോർ എക്സാമ്പിൾ ഐ എം ഇൻസേർട്ടിങ് ഷേപ്പ്. അപ്പൊ നമ്മൾ എക്സ് ആക്സിസ് എങ്ങനെ വരയുന്നു, or let me take the, ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കിൽ ജസ്റ്റ് വരഞ്ഞ് നോക്കുക. ഇങ്ങനെ ഞാൻ എക്സ് വരഞ്ഞു. സിമിലർലി ഐ എം ഗോയിങ് ടു ഡ്രോ ദ വൈ. എക്സ് ഡാഷ് എക്സ്, വൈ വൈ ഡാഷ്. എക്സും വൈ ഞാൻ വരച്ചു. എക്സിൽ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഫ്രീക്വൻസീസ് അടയാളപ്പെടുത്തി. Okay.
ഞാനിങ്ങനെ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാനത് കറക്റ്റ് അതിന്റെ ഇതിനനുസരിച്ച് ഞാൻ ഫ്രീക്വൻസി കൊടുക്കും. അത് എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്, ഫ്രീക്വൻസി കൊടുക്കുന്നതനുസരിച്ച് ഞാനിങ്ങനെ ചെയ്തു. ഓക്കെ, അങ്ങനെ നമ്മൾ സൈഡിൽ ഇപ്പൊ നമുക്ക് എത്ര ഫ്രീക്വൻസി, ടോട്ടൽ ഫ്രീക്വൻസി എത്ര വരുന്നത്, വലിയ ഫ്രീക്വൻസി 12 ആണ്. അപ്പൊ 2, 4, 6, 8, 10, 12 വരെ മതി നമുക്ക് ഇവിടെ അല്ലെ. അപ്പൊ ഞാന് y ആക്സിസിൽ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആയിട്ട് ഞാൻ എടുത്തു അല്ലെ. 1 സെന്റിമീറ്റർ 2, അടുത്ത 2 സെന്റിമീറ്റർ, അടുത്ത 1 സെന്റിമീറ്റർ 4, അടുത്ത സെന്റിമീറ്റർ 6, 8, 10, 12 അങ്ങനെ ഞാനിവിടെ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ് എന്നാണ് y ആക്സിസിൽ എടുത്തത്. എക്സ് ആക്സിസിൽ പ്രത്യേകിച്ച് എനിക്ക് യൂണിറ്റ് ഒന്നും വേണ്ട, എന്നാലും ഞാൻ 1 സെന്റിമീറ്റർ വിട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്റെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാർ വരഞ്ഞു. എന്റെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടെ നമ്മളിങ്ങനെ ഓരോ സെന്റിമീറ്റർ ഇട്ട് 2, 4, 6 അങ്ങനെ 12 വരെ കൊടുത്തു. കാരണം 12 ഇവിടെ മാക്സിമം ഫ്രീക്വൻസി. അപ്പൊ ആ രീതിയിൽ അതിന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് വരണമെങ്കിൽ അങ്ങനെയും വരിക. പക്ഷെ നമ്മുടെ ഇവിടെ ടോട്ടൽ സ്പേസ് ഒക്കെ നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു y ആക്സിസും x ആക്സിസും തമ്മിൽ 3:2, എക്സ് ആക്സിസ് വലുതായിരിക്കണം. 3:2 എന്ന ഒരു പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യുന്നതാണ് ജനറലി നമ്മൾ പറയാറ്. അപ്പൊ അതുകൊണ്ട് അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ y ആക്സിസിൽ എത്ര സെന്റിമീറ്റർ വിട്ട് നമ്മൾ എത്ര യൂണിറ്റ് കൊടുക്കണം തീരുമാനിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തായിരിക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാർ ആണ് നമ്മൾ വരയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഇന്നൊക്കെ എടുത്ത് ഇപ്പം ഇവിടെ ചെയ്യാൻ എനിക്ക് കുറച്ച് റിസ്ക് ആണ്, എന്നാലും ഞാൻ ട്രൈ എനിത്തിങ്. ഓക്കെ, ഒന്നാമത്തത് 7 ആണ്. അപ്പൊ എനിക്ക് 1, 2, 4, 6, 7 അപ്പൊ 8ന് താഴെ ഇത്ര പോലൊരു ബാർ ഞാനാണ് വെച്ചു. ഇതെന്താണ്, ഇതിനെ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്, ഇവിടെ 0 to 10 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബാറിനെ ഞാനിവിടെ വരച്ചു വെച്ചു. ഇൻഡിപെൻഡന്റ് ബാർ എക്സ് ആക്സിസിൽ മുട്ടിയിട്ടാണ് വരയുന്നത്. കണ്ടോ, ആ 0 to 10 എന്ന് പറയുന്നതില് എത്രയാണ് നമ്മുടെ ഫ്രീക്വൻസി? 0 to 10 0 to 10 7 ആണ്. അപ്പൊ ഞാനിവിടെ ഇത് 2, 4, ഇത് 6, ഇത് 8 ആണ്. 8ന് 6ന് ഇടയിൽ ഞാനിവിടെ 7 ആക്കി. 10 to 20 എന്താണ്, 12 ആണ്. 12 ആണ്. അപ്പൊ ഞാൻ അടുത്ത ഒരു ബാർ വരച്ചു. അതേ സ്പേസ്, കറക്റ്റ് സ്പേസ് വിട്ടിട്ട് ഞാൻ അവിടെ വെച്ചു. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ്, 12 ആണ്. അപ്പൊ 8, 10 ഒരു ഏകദേശം ഇവിടെ വരും 12. അപ്പൊ അതിന് സൂചിപ്പിക്കാനാണ് നമ്മളിത് എടുത്തത് അല്ലെ. ഇത് നമ്മള് ഇത് 2, 4, 6, 8, 10 അതിന് മുകളിലാണ് വരുന്നത്. അപ്പോൾ 12. ഓക്കെ, കറക്റ്റ് ആയി 12. അപ്പൊ ആ 12 ആണ്. അപ്പൊ ഇത് എത്രയും വേണ്ട, അപ്പൊ ഞാൻ അതിനെ കുറച്ച് താഴ്ത്തി. ഓക്കെ, 12 ഓക്കെ, ഓരോ ഇൻഡിപെൻഡന്റ് ബാർ. അടുത്ത എന്താണ്, 11 ആണ്. 20/30. അപ്പൊ ഞാൻ അതുപോലത്തെ ഒരു ബാറ് അടുത്ത സ്റ്റേജിൽ അടുത്ത ക്ലാസ്സിന് റെപ്രസെന്റ് ചെയ്ത് വരഞ്ഞു. അത് 12 അല്ല 11 ആണ്. അപ്പൊ ഞാൻ അത് കുറച്ചും കൂടെ താഴ്ത്തി 11 ആയിട്ട് വരച്ചു. അടുത്തത് എനിക്ക് 8 ആണ്. അപ്പൊ ഞാൻ വീണ്ടും ഒരു ബാറ് അവിടെ വെച്ചു. അതിന് കറക്റ്റ് സ്പേസ് ഇട്ടു. പക്ഷെ അത് 8 ആണ്. അപ്പം അതിന്റെ സൈസ് ആക്കി വെച്ചു. അടുത്തത് 2 ആണ്. അപ്പൊ ഞാൻ വീണ്ടും ഒരു ബാറിനെ വരച്ചു. അത് പക്ഷേ അതിന്റെ ഫ്രീക്വൻസി 2 ആണ്. അപ്പൊ ചെറിയതാണ്. കണ്ടോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ എക്സ് ആക്സിസില് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിസില് ഓരോ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഇൻഡിപെൻഡന്റ് ബാറുകൾ വരികയും y ആക്സിസിൽ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കെയില് എടുത്തിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. കാരണം ഇത്രയും നേരം നമുക്ക് ലെങ്ത് വന്നത്. അപ്പൊ നമുക്ക് വൈയും എക്സും തമ്മിൽ ഒരു ഏകദേശം ഒരു പ്രൊപ്പോർഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് 2:3, 3:2 എന്ന് പറയുന്ന 3x ആണെങ്കിൽ 2y. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇതിൽ വരച്ചത്. ഇതിലാർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതാണ് നമ്മുടെ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ബാർ ഗ്രാഫ് ക്ലിയർ ആണല്ലോ, ബാർ ഗ്രാഫ്. ഇനി ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് വരുമ്പോൾ ബാർ ഗ്രാഫ് പോലെ തന്നെയാണെന്ന് തോന്നും. പക്ഷെ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതല്ല, അത് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാഫായി. ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ഇനി ഞാൻ ഹിസ്റ്റോഗ്രാം ആണെന്ന് പറയുന്നത്. ഓക്കെ, ഹിസ്റ്റോഗ്രാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമില് നമ്മൾ എപ്പോഴും ഒരു ഗ്രാഫ് വരയുമ്പോൾ
ഒരു ഗ്രാഫ് വരയുമ്പോൾ അതിനൊരു സ്കെയില് നിർബന്ധമാണ്. സ്കെയില് നിർബന്ധമാണ്. പ്രത്യേകിച്ചും അതൊരു ക്ലിയർ ആയിട്ട് നമ്മൾ വരയണമെങ്കിൽ അതൊരു സ്കെയിലിങ് നിർബന്ധമാണ്. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ സംഭവം തന്നെയാണ്, നമ്മൾ അതേ ഒരു ടേബിൾ തന്നെയാണ് നമ്മളെ അവലംബം. ഇതേ ടേബിൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാമും വരയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നമ്മളിവിടെ ബാർ ഗ്രാഫ് വരഞ്ഞു. ഇനി ഇവിടെ ഞാനൊരു ഹിസ്റ്റോഗ്രാം വരെയാണ്. അപ്പൊ ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, മുകളിലെ ടേബിൾ നോക്കുക. 0 to 10 7. ഹിസ്റ്റോഗ്രാം ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വൈ ആക്സിസിലും കൃത്യമായിട്ടുള്ള പോയിന്റ് ഇടണം. വൈ ആക്സിൽ ഞാൻ കൃത്യമായിട്ടുള്ള പോയിന്റ് വെച്ചു. വൈ ആക്സിൽ എന്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് എന്താണ്, 1 centimeter is equal to 10 units എന്ന് പറയുന്ന ഒരു ഇതിൽ ഞാൻ കൊടുത്തു. 1 centimeter is equal to 10 units. അപ്പൊ ഞാനിവിടെ ഓൺ എക്സ് ആക്സിസിൽ എന്താണ്, 1 centimeter is equal to 10 units. എനിക്ക് 0 to 10 ആണ്, അതുകൊണ്ട് ഞാൻ 10 units എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓൺ വൈ എന്താണ് എന്റെ സ്കെയിലാണ് പറയുന്നത്. ഓൺ വൈ ആക്സിസ് വാട്ട് ഇസ് 1 centimeter is equal to 2 units അല്ലെ. നമ്മൾ നേരത്തെ 2 units അതേ യൂണിറ്റ് തന്നെ അവിടെ കൊടുക്കും. മനസ്സിലായല്ലോ. ഇതിൽ 1 centimeter എടുക്കുമ്പോൾ 2 4 6, ഇവിടെ നമ്മൾ 10 20 30 അങ്ങനെയാണ് ലെഫ്റ്റ് പോകുന്നത്. അതാണ് 1 centimeter is equal to 10 units. ഇത് എക്സ് ആണ്, എക്സ് ഡാഷ് എക്സ് വൈ വൈ ഡാഷ് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ. അപ്പോ ഇതില് ഞാൻ ആദ്യത്തെ ഒന്നാമത് സെന്റിമീറ്റർ എന്ന് പറയുന്നത് 0, തുടക്കത്തിൽ 0 ആയിരിക്കും. 0 to 10 ആണ് 7. അടുത്തത് 10 to 20 ആണ്. അപ്പൊ കറക്റ്റ് അതിനെ ചേർത്ത് വെക്കണം. 10 അവിടെ തീരാന്ന് പറയുമ്പോൾ മറ്റേത് അവിടെ തുടങ്ങണം. 10 to 20, 20 to 30, 20 to 30, 30 to 40 ആണ്. 20 to 30 ഐ തിങ്ക് ഇറ്റ് ഇസ് 11. ഞാനത് ചെയ്യാം. ഓക്കെ, സോറി. പിന്നെ 30 to 14. ഇങ്ങനെ ചേർത്ത് വരയുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാമില് ടോട്ടൽ ഏരിയ ഓഫ് ദ ചാർട്ട് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഏരിയ ഓഫ് ഹിസ്റ്റോഗ്രാം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി. ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ട് നമ്മൾ പറയും ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് ഹിസ്റ്റോഗ്രാം. അപ്പൊ ഹിസ്റ്റോഗ്രാം ഇതൊന്ന് വരച്ചു നോക്കുക. നിങ്ങൾ ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണൊക്കെ ഒന്ന് വരച്ചു നോക്കുക. സോറി, ഹിസ്റ്റോഗ്രാമും ബാർ ഗ്രാഫും ഒന്ന് എല്ലാവരും ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് വരച്ചു നോക്കുക. ഇത് റേർലി ആണെങ്കിലും ചോദിക്കുന്നതാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ജനറലി നമ്മൾ അസൈൻമെന്റിലൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. അസൈൻമെന്റിൽ സാധാരണ കാണുന്നതാണ്. നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതിയവരാണെങ്കിൽ അത് അറിയുന്നുണ്ടായിരുന്നു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ സാധാരണ ചോദിക്കാം. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മള് ഒരു മോഡൽ ഇങ്ങനെയുള്ള ഒരു റെപ്രസെന്റേഷൻ കൂടെ കൊടുക്കണം. നമുക്ക് ഹിസ്റ്റോഗ്രാമിനെ കുറിച്ച് എഴുതുക മാത്രമല്ല, ഹിസ്റ്റോഗ്രാമിന്റെ ഒരു മോഡൽ കൂടെ കൊടുക്കുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോ ഇതിൽ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. ഹിസ്റ്റോഗ്രാം ചേർത്താണ് വെക്കുന്നത്. കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതും. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലെറ്റ് മീ ടേക്ക് ദ സെയിം തീം. ഓക്കെ, ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം. ടേക്ക് ദിസ് കംപ്ലീറ്റ്. കാൽക്കുലേഷന് വേണ്ടി നമ്മൾ അതിന് ഇനി ഫ്രീക്വൻസി പോളിഗൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി പോളിഗൺ ഹിസ്റ്റോഗ്രാം പറഞ്ഞ ഫ്രീക്വൻസി പോളിഗൺ. So what is actually frequency polygon? Frequency polygon is Polygon is defined as multi-sided closed figure. Multi-sided closed figure. Frequency polygon is multi-sided closed figure. Multi-sided closed figure. അപ്പൊ ഇവിടെ ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ നമുക്ക് ആവശ്യമാണ്. ഇതാണ് ക്ലാസ്, ഇതാണ് ഫ്രീക്വൻസി. നമ്മൾ ഫ്രീക്വൻസി ആണ് വൈ ആക്സിസിൽ എഴുതുന്നത്. വൈ ആക്സിസിൽ ഇത് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഓൺ എക്സ് ആക്സിസ് നമുക്ക് എന്ത് വേണം,
മിഡ് പോയിന്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ വേണം. മിഡ് പോയിന്റ്, അതായത് നമ്മൾ അതിനെ മിഡ് എക്സ് എന്നൊക്കെ വിളിക്കും. മിഡ് എക്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ക്ലാസിന്റെ മിഡ് പോയിന്റ് വേണം. വൈ ആക്സിസിൽ ഫ്രീക്വൻസി, ഫ്രീക്വൻസി, ഇതാണ് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ വരയാൻ വേണ്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിസിൽ പോയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് വെക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ പോയിന്റും വിട്ടിട്ട് നമ്മൾ ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ മിഡ് പോയിന്റ്, മിഡ് വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി എക്സാക്ട്ലി മിഡ് പോയിന്റും വൈ ആണ്. അപ്പൊ മിഡ് പോയിന്റ് എന്താണെന്ന് കാണണം. ഓരോ ക്ലാസിന്റെയും മിഡ് പോയിന്റ് കണ്ടുവെക്കണം. ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ മിഡ് വാല്യൂ 0ഉം 10ഉം ആണ്. 0 + 10/2 അതാണ് ക്ലാസിന്റെ മിഡ് പോയിന്റ്. 0 + 10 10, 10 divided by 2 5, 30, 20 + 10 30, 30 divided by 2 15. This will be 25, 35 and 45. This will be the midpoint. About 1 centimeter is equal to 5 unit or 10 unit എന്നാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോ ആദ്യത്തെ സെന്റിമീറ്റർ എന്തായിരിക്കണം, ഹാഫ് ആയിരിക്കണം. നമ്മൾ കറക്റ്റ് സ്കെയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം 1 സെന്റിമീറ്റർ എടുക്കണ്ട, കാരണം ഇവിടെ 5 ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഹാഫ് സെന്റിമീറ്ററിൽ 5 ഇവിടെ പ്ലോട്ട് ചെയ്തു അല്ലേ, 5 പ്ലോട്ട് ചെയ്തു. ടേക്ക് അനദർ ഷേപ്പ്. ഓക്കെ, 1/2 സെന്റിമീറ്റർ ഞാനിവിടെ 5നെ പ്ലോട്ട് ചെയ്തു. അടുത്ത എനിക്ക് 1 സെന്റിമീറ്റർ ആണ് ഞാൻ ചെയ്യുന്നത്. 1 സെന്റിമീറ്റർ = 10 യൂണിറ്റ്സ് ആണ് കൊടുത്തത്. അപ്പൊ ആദ്യം 1/2 സെന്റിമീറ്റർ എടുത്തിട്ട് ചെയ്തു. ഇനി 1 സെന്റിമീറ്റർ എടുത്തിട്ട് 15 കൊടുത്തു. വീണ്ടും ഞാൻ 1 സെന്റിമീറ്റർ എടുത്ത് 25 കൊടുത്തു. മുപ്പത്തഞ്ച് കൊടുത്തു. Then 45 കൊടുത്തു. അങ്ങനെ ഓരോ സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ 10 യൂണിറ്റ്സ് ആണ്. ആദ്യത്തത് മാത്രം ഞാൻ ഹാഫ് സെന്റിമീറ്റർ ആക്കി. അതാണ് അങ്ങനെ വന്നത്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് അവിടെ ഞാൻ കൊടുക്കുന്നത്, ഇത് സാധാരണ നമ്മൾ ബോർഡിലൊക്കെ വരച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഇങ്ങനെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത്. വേറെ ഡിജിറ്റൽ ബോർഡൊന്നും ഞാൻ എടുത്തില്ല. ഓക്കെ, ലെറ്റ് മീ ട്രൈ. അപ്പൊ ഇങ്ങനെ നമ്മള് വരയുമ്പോൾ sorry here അപ്പൊ ഇതാണ് ഹാഫ് സെന്റിമീറ്റർ. നമ്മൾ 5 അടയാളപ്പെടുത്തി. അടുത്ത 1 സെന്റിമീറ്ററിൽ 15 അടയാളപ്പെടുത്തി. അടുത്തത് 25, 35, 45. മിഡ് പോയിന്റ് താഴെ എക്സ് ആക്സിൽ നമ്മൾ ഇവിടെ മിഡ് പോയിന്റ് എന്ന് താഴെ എഴുതി വെക്കും. ഇവിടെ ഫ്രീക്വൻസി എന്ന് നമ്മൾ സൈഡിൽ എഴുതി വെക്കും. ഇനി ഇവിടെ 2, 4, 6, 8, 10 ഉണ്ട് അല്ലെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നിന് കറസ്പോണ്ടിങ് ആയ ഫ്രീക്വൻസി അടയാളപ്പെടുത്തുക. 0 to 10 എത്ര, 5. അപ്പൊ ഇവിടെ 2, 4, 5. അപ്പൊ ഇതിന് നടുക്കായിട്ട് 5. ഇവിടെ നമ്മൾ 5 എന്ന് പറയുന്ന അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാർക്ക് കൊടുക്കുന്നു. ജസ്റ്റ് ഒരു സ്റ്റാർ മാർക്കോ എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നു. ഇവിടെ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മാർക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, 5 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് 15 ആണ് ഇവിടെ വരിക അല്ലെ. 15 കറസ്പോണ്ടിങ്, സോറി 5 അല്ല 7 മാർക്ക് ചെയ്യും. ഓക്കെ, അടുത്തത് 12 ആണ്. അപ്പൊ 12 ഞാൻ എന്ത് ചെയ്തു, ഇതിനെ കോപ്പി കൺട്രോൾ അതിനെടുത്ത് ഞാൻ
12ൽ കൊണ്ടുപോയി വെക്കുന്നു. ഓക്കെ, ഇങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് അടുത്തതിൽ 11 ഇപ്പൊ 11 ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എടുക്കുന്നു. It's too difficult. അടുത്തത് 11 അതിൽ വെക്കുന്നു. അങ്ങനെ 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 നമ്മൾ ഓരോന്നിനും വെക്കുന്നു. എന്നിട്ട് ഇത് മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ എന്നാണ് ഫ്രീക്വൻസി പോളിഗണിനെ പറയുന്ന മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ. അപ്പൊ നമ്മൾ മൾട്ടി സൈഡ് ആക്കാൻ വേണ്ടി നമ്മൾ പിന്നെ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വരയുന്നത്. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അതിനെ വരയുന്നു. അതാണ് മൾട്ടി സൈഡഡ് ഫിഗർ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് സ്കെയിൽ വെച്ചിട്ട് വരയുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുന്നത്. ഇങ്ങനെ കറക്റ്റ് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ അതിനെ വരയുന്നു. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക്. ഓക്കെ, ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്നിട്ട് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യണം. ഹൗ ഡു യു ക്ലോസ് ദ പോളിഗൺ? പോളിഗൺ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഇപ്പൊ ഇവിടെ ഈ ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ഫിഗർ ആക്കണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഈ എക്സ് ആക്സിസിലേക്ക് രണ്ടറ്റവും മുട്ടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇതിനപ്പുറത്തൊരു ക്ലാസ് ഉണ്ടെന്ന് വി ആർ അസ്യൂമിങ് ദാറ്റ് ദർ ഈസ് എ ക്ലാസ് 50 to 60. ഫ്രീക്വൻസി എത്രയായിരിക്കും? 0 ആയിരിക്കും. മിഡ് പോയിന്റ് എത്രയായിരിക്കും? 55 ആയിരിക്കും. അപ്പൊ നമ്മൾ 55 എന്നൊരു ക്ലാസ് ഉണ്ടെന്ന് നമ്മൾ സപ്പോസ് വി ആർ ടേക്കിംഗ്, ഡെഫിനറ്റ്ലി അതിന്റെ ഫ്രീക്വൻസി 0 ആണ്. അതിന് ക്ലാസ് ഇല്ല, ഫ്രീക്വൻസി 0 ആണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ അറ്റത്തിനെ മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇതിന്റെ ബാക്കിൽ നമുക്ക് എന്തായിരിക്കും? -10 to 0 ആയിരിക്കും. ഇപ്പൊ -5 ആയിരിക്കും അതിന്റെ ഫ്രീക്വൻസി. അങ്ങനെ -5ലേക്ക് നമുക്ക് ആ സൈഡിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസിയെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ എന്ന രീതിയിലേക്ക് ഫ്രീക്വൻസി പോളിഗൺ ആവുന്നത്. ഇനി ഇതേ സൈഡ് ഇതേപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്യാതെ റഫ്ലി നമ്മൾ വരയുമ്പോഴാണ് അത് ഫ്രീക്വൻസി കർവ് ആകുന്നത്. ഫ്രീക്വൻസി പോളിഗൺ കഴിഞ്ഞാൽ വേറെ ഒന്നാണ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ് ആവുന്നത് മൾട്ടി സൈഡഡ് അല്ല. ഫ്രീക്വൻസി കർവ് മൾട്ടി സൈഡഡ് അല്ല എന്ന് പറയുമ്പോൾ സ്മൂത്ത് കർവ് ആയിട്ട് നമ്മൾ സിംപ്ലി വരഞ്ഞാൽ മതി. അതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിന്റെ അതായത് അഡീഷണൽ ആയിട്ട് നമ്മളിപ്പോ ചെയ്ത പോലെ ക്ലാസ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ് ആക്സിസിലേക്ക് മുട്ടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സ്കെയിൽ വെച്ച് ഷാർപ്പ് ചെയ്ത് വരയേണ്ട കാര്യമില്ല. സ്മൂത്ത് കർവ് ആയിട്ട് നമ്മൾ അതിനെ വരയുമ്പോഴാണ് അത് ഫ്രീക്വൻസി കർവ് ആകുന്നത്. ഫ്രീക്വൻസി പോളിഗൺ ആണെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ. ഇനി മറ്റൊന്ന് വരുന്നതാണ് ഒജീവ്സ്. ഒജീവ്സ് ചിലപ്പം ഈ പറഞ്ഞ പോലെ ചോദിക്കാറുണ്ട്. ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒജീവ്സ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇഫ് യു ആർ എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണ്. അപ്പൊ നിങ്ങളൊരു ടീച്ചർ ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ you have certain concerns. നിങ്ങൾക്ക് ചില കൺസേൺസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആസ് എ ടീച്ചർ യു വിൽ ബി ആസ്ക്ഡ് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോർഡ് above a minimum point or below a minimum point. ഒരു ഫോർ എക്സാമ്പിൾ 40 മുകളിൽ ഉള്ള ക്ലാസ്സിൽ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 25 താഴെ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര? അങ്ങനെയൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒജീവ് ഓർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒരു പ്രത്യേക പോയിന്റിന് മുകളിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോയിന്റിന് താഴെ എത്ര പേരുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓർ ഒജീവ്. ഇതിൽ there are two
cumulative frequency or two ogives. Less than cumulative frequency curve or less than ogive, greater than ogive. രണ്ട് ogives. ലെസ് ദാൻ ഒജീവ് ആണെങ്കിൽ നമുക്ക് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എക്സ് ആക്സിസിൽ അപ്പർ ലിമിറ്റും വേണം, വൈ ആക്സിസിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും വേണം. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ലെസ് ദാൻ ഒജീവ് വരയുന്നത്. ഗ്രേറ്റർ ദാൻ ഒജീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ അപ്പർ ലിമിറ്റ് ആവില്ല, ഗ്രേറ്റർ ദാൻ ലോവർ ലിമിറ്റ് ആവുള്ളൂ. ഗ്രേറ്റർ ദാൻ ലോവർ ലിമിറ്റ്, അപ്പൊ ലോവർ ലിമിറ്റ് വേണം, പിന്നെയോ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് വരഞ്ഞു നോക്കുക. ലെസ് ദാൻ ഒജീവ്. അപ്പോ ഇത് വരയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും വേണം. അപ്പൊ നമ്മളിപ്പോ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് വരയുന്നത്. ഫോർ എക്സാമ്പിൾ അത് ലെസ് ദാൻ ആണ് വരുന്നത്, ലെസ് ദാൻ. അപ്പൊ നമുക്ക് അപ്പർ ലിമിറ്റ് എക്സ് ആക്സിസിൽ നമുക്ക് അപ്പർ ലിമിറ്റ് ആയിരിക്കും, വൈ ആക്സിസിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു ചിഹ്നം ഉണ്ട്, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഇത് വരയണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ആദ്യം ലെസ് ദാൻ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്? 10ന് താഴെ എത്ര പേരുണ്ട്? ഓഫ്കോഴ്സ് 0നും 10നും ഇടയിലുള്ള ആളുകളൊക്കെ എന്താണ്? 10ന് താഴെയുള്ള ആളുകളാണ്, അല്ലെ? 7 ഈസ് ബിലോ 10. 7 പേരാണ് 10ന് താഴെ. അടുത്തത് 20ന് താഴെ എത്ര പേരുണ്ട്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേര്? 20ന് താഴെ 12 പേര് 10നും 20നും ഇടയിലുണ്ട്, 10നും 0നും ഇടയിൽ 7 പേര്. അവരെല്ലാം 20ന് താഴെയാണ്. അപ്പൊ എത്ര പേരാണ്? 19 പേര് 20ന് താഴെ. 30 പേര് 30ന് താഴെയുണ്ട്. 38 പേര് 40ന് താഴെയുണ്ട്. 40 പേര് 50ന് താഴെയുണ്ട്, അല്ലെ? ഈ ഒരു ക്ലാസ് നമ്മൾ പിന്നെ ആഡ് ചെയ്താണ്, അപ്പൊ നമുക്കത് വേണ്ട. ഓക്കെ, ഇതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ എക്സ് ആക്സിസില് നമ്മള് അപ്പർ ലിമിറ്റും വൈ ആക്സിസില് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും വരയപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ബാക്കി അതുപോലെ തന്നെ ചെയ്യാം. അപ്പർ ലിമിറ്റ് 10, 20, 30, 40, 50 അതായിരിക്കും നമ്മുടെ എക്സ് ആക്സിസിൽ താഴെ വരുന്നത്. വൈ ആക്സിസിൽ എന്ത് വരും? വൈ ആക്സിസില് ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് വൈ ആക്സിസിൽ. 40 വരെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചുള്ള സ്കെയില് മാറ്റിയെടുക്കണം. 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 20 പോയിന്റ് വരേണ്ടി വരും. അപ്പൊ അത്രയും വലിയ പോയിന്റ് വരഞ്ഞാൽ നമുക്ക് എക്സിലാകെ 5 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് മുകളിൽ 20 പേരെ വരേണ്ടി വരും. അപ്പൊ അത്രയും കൊടുക്കണ്ട. നമ്മൾ 1 സെന്റിമീറ്ററിനെ 5 ആയിട്ടോ 8 ആയിട്ടോ ഒക്കെ വരും. 5 ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് 8 പോയിന്റ് വേണം, അല്ലെങ്കിൽ 8 ആയിട്ട് വരികയാണെങ്കിൽ 5 പോയിന്റ് മതി. അപ്പൊ നമുക്ക് 8, 1, 8, 16, 24, 32, 40 അങ്ങനെ ആകുമ്പോൾ നമുക്ക് 40ൽ എത്താം. എന്നിട്ട് അതിന്റെ ഇടയിൽ വരുന്ന കൃത്യമായ പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് അവിടെ. ലെസ് ദാൻ അപ്പർ ലിമിറ്റ്, ലെസ് ദാൻ അപ്പർ ലിമിറ്റ്, അല്ലെ? ഇനി ഇൻ കേസ് ഇത് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ എന്ത് വേണം നമുക്ക്? ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റിനെ താഴെ എത്ര പേരുണ്ടെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എഴുതാം. ലോവർ ലിമിറ്റിന് മുകളിൽ ഗ്രേറ്റർ ദാൻ ലോവർ ലിമിറ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ അതിന്റെ ഓപ്പോസിറ്റ്, ജസ്റ്റ് ഓപ്പോസിറ്റ്, 40ന് മുകളിൽ എത്ര പേരുണ്ട്? ലോവർ ലിമിറ്റ് മുകളിൽ 40ന് മുകളിൽ എത്ര പേരുണ്ട്? 2 പേരാണ്. 40നും 50നും ഇടയിലുള്ളവര്. 30ന് മുകളിലോ? 40നും ഇടയിൽ 8 പേരും 40ന് മുകളിൽ 2 പേരും ഉണ്ട്. അപ്പൊ 30ന് മുകളിൽ നോക്കുമ്പോ 10 പേര്. 20ന് മുകളിലോ? 21 പേര്. 10ന് മുകളിലോ? 33 പേര്. 0ക്ക് മുകളിൽ എല്ലാവരും 0ക്ക് മുകളിൽ. ഇങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ്. അപ്പൊ ഗ്രേറ്റർ ദാൻ വരയുമ്പോ എന്തായിരിക്കും? എന്താ വേണ്ടത്? ലോവർ ലിമിറ്റ് ഓൺ ദ എക്സ് ആക്സിസ്, ലോവർ ലിമിറ്റ് ഓൺ ദ എക്സ് ആക്സിസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ലോവർ ലിമിറ്റ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ്
greater than cumulative frequency on the y-axis. ഇത് ലോവർ ലിമിറ്റ് നമ്മൾ എക്സ് ആക്സിസിൽ വരെയും നേരത്തെ കേസിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എന്നിട്ട് അതിനെ നമ്മൾ സ്മൂത്ത് കർവായിട്ട് വരയുമ്പോഴാണ് അതെന്താവുന്നത് കറക്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇത് ഒന്ന് വരച്ചു നോക്കുക നിങ്ങൾ. സിമ്പിൾ ആയിട്ട് അത് സ്മൂത്ത് കർവായിട്ടാണ് വരേണ്ടത്. ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ ഒന്നും കൂടെ ഈ എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണെന്ന് പറഞ്ഞുതരാമോ? ഇതാണ് നമ്മൾ എക്സ് ആക്സിസ് പറയുമ്പോൾ ഇവിടെ ഈ ആക്സിസ് ആണ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് വൈ ആക്സിസ്. അപ്പൊ നമ്മള് അല്ല സാർ, അങ്ങനെയല്ല. അപ്പർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന്റെ ഗ്രാഫിൽ വരുമ്പം ലെസ് ദാൻ ഒജിയിലും ഗ്രേറ്റർ ദാൻ ഒജിയിലും വരുമ്പം എക്സിലും വൈയിലും എന്താന്നുള്ളത് ഞാൻ എക്സാമ്പിൾ ഞാൻ ഒരു എക്സൽ എടുത്ത് I'll try if I get an Excel file to do that. Okay, Excel is the possible. Let me try. Just a minute. ഞാനൊന്ന് എക്സൽ ഒന്ന് ചെയ്ത് നോക്കുന്നു. ഓക്കെ, എനിക്ക് എക്സ് ആക്സിസ് നമ്മൾ എന്താ പറഞ്ഞത്, എക്സില് അപ്പർ ലിമിറ്റ് അല്ലേ? അപ്പൊ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ്പർ ലിമിറ്റ് 10 അപ്പർ ലിമിറ്റ് ആണ്, 20 അപ്പർ ലിമിറ്റ് ആണ്, 30 അപ്പർ ലിമിറ്റ് ആണ്, 40 അപ്പർ ലിമിറ്റ് ആണ് അല്ലെ അപ്പർ ലിമിറ്റ്. അപ്പൊ വൈ ആക്സിൽ നമ്മൾ എന്ത് ചെയ്തു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ ചെയ്യുന്നത് വൈ ആക്സിസിൽ. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ലെസ് ദാൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ ഗ്രേറ്റർ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ 7, 18, 19, 19, 30, 38, 40 അങ്ങനെ വന്നിരുന്നു. ഓക്കെ ഓക്കെ, ഞാൻ ചെയ്ത് നോക്കുന്നു. സർ, സാറിന്റെ സ്ക്രീൻ വിസിബിൾ അല്ല. ഓക്കെ ജസ്റ്റ് ഓക്കെ. അത് എക്സലിൽ അത് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതായിരുന്നു. എക്സലിൽ ആസ് സച്ച് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു നെക്സ്റ്റ് ടൈം ഞാനൊരു ഡ്രോയിങ് ആയിട്ട് ഞാൻ വരാം. അപ്പൊ ഇപ്പോ ജസ്റ്റ് ലെറ്റ് മീ ഷെയർ അഗൈൻ. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പൊ നമ്മള് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് വരുമ്പോൾ 2 തരം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഉണ്ട്. 2 തരം അല്ലെങ്കിൽ 2 തരം ഒജീവ് ഉണ്ട്. ഒന്ന് ഗ്രേറ്റർ ദാൻ ആൻഡ് ലെസ് ദാൻ. ഇപ്പൊ ഗ്രേറ്റർ ദാൻ പറയുമ്പോൾ ലെസ് ദാൻ പറയുമ്പോൾ അപ്പർ ലിമിറ്റ് എക്സ് ആക്സിൽ നമ്മൾ അപ്പർ ലിമിറ്റുകൾ ഓരോ സെന്റിമീറ്റർ ഇടവിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് എഴുതുന്നു. അപ്പർ ലിമിറ്റ് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ 10, 20, 30, 40, 50 ഇതാണ് അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ടെന്നാണ് നമ്മൾ ലെസ് ദാൻ പറയാ. എന്താണ് പറയാ, അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്. അപ്പൊ ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ്പർ ലിമിറ്റിന് താഴെ 10ന് താഴെ 7 പേര്, 20ന് താഴെ 19 പേര്, 30ന് താഴെ 30 പേര്, 40ന് താഴെ 48 പേര്, 38 പേര്, 50ന് താഴെ 40 പേര്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 50ന് താഴെ എത്ര പേരുണ്ട്, 40ന് താഴെ അങ്ങനെയാണ്. അപ്പൊ ഇത് എക്സ് ആക്സിസില് അപ്പർ ലിമിറ്റാ വരിക 10, 20. അപ്പൊ ഇവിടെ 10, ഇവിടെ 20, ഇവിടെ 30, ഇവിടെ 40, ഇവിടെ അങ്ങനെ വരും 50 അപ്പർ ലിമിറ്റ്. ഈ സൈഡിൽ നമുക്ക് ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് വരേണ്ടത്. 7, 19 അങ്ങനെ വരും. അപ്പൊ ഇവിടെ 7, 19, 40 വരെ. അപ്പൊ ഇപ്പഴേ 40 വരെ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ 2 കൊടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് 5ഓ 8ഓ ഒക്കെ നമ്മൾ ഓരോ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 5 ആയിട്ട് കൊടുക്കാം.
5, 10, 15, 20, 25, 30, 35, 40 അപ്പൊ ഇത്രയൊക്കെ വരും. എന്നിട്ട് അതിന്റെ ഇടയിൽ ഈ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. അത് റഫായിട്ട് നമുക്ക് സ്മൂത്ത് ഒരു കർവായിട്ട് ഇങ്ങനെ വരും. ഏറ്റവും കുറേ 7 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഒരു കർവായിട്ട് അത് കിടക്കും. ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുന്ന ഒരു ചിഹ്നമായിട്ട് കിടക്കും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി അതിന്റെ ഒരു സിമ്പിൾ ഞാൻ ലെറ്റ് മീ ടേക്ക് ഇറ്റ് ഫ്രം ഗൂഗിൾ, ദെൻ ഐ വിൽ ഗിവ് യു. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇത് വേണ്ട, ഇതൊരു ഒജീവ. സോറി, it has gone somewhere. വേണ്ട, ഒജീവ്. ഇതാണ് ഒരു ഒജീവ്. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒജീവ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, വൈ ആക്സിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരും. എക്സ് ആക്സിൽ നമ്മുടെ ലെസ് ദാൻ ആണെങ്കിൽ അപ്പർ ലിമിറ്റ് ആണ് ഇവിടെ വരിക, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പൊ ഇത് ഗ്രേറ്റർ ദാൻ ഒജീവിന്റെ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 0-ന് മുകളിൽ എത്ര പേരുണ്ട്? 60 പേര്. ഇത് 10 ആണെങ്കിൽ 10-ന് മുകളിൽ എത്ര പേര്? 54 പേര്. 20-ന് മുകളിൽ 48 പേര്. 30-ന് മുകളിൽ 37 പേര്. 40-ന് മുകളിൽ 29 പേര്. അങ്ങനെയാണ് 80 വരെയുണ്ട്. 80-ന് മുകളിൽ ആരുമില്ല. 70-ന് മുകളിൽ ഏകദേശം ഒരു 4 പേരുണ്ട്. ഇങ്ങനെ കാണിക്കുക. ഇതാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഓപ്പോസിറ്റില് നമുക്ക് കിട്ടുന്നതാണ് ലെസ് ദാൻ. ഇതാണ് ലെസ് ദാൻ ഒജീവിന്റെ ഒരു മോഡൽ. ലെസ് ദാൻ ഒജീവിന്റെ മോഡൽ കണ്ടോ? ലെസ് ദാൻ ഒജീവ് എന്ന് പറയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് ആണ് വെക്കുക. ലെസ് ദാൻ ആകുമ്പോൾ ഇവിടെ അപ്പർ ലിമിറ്റ് വെക്കുന്നു, ഇവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ്. അപ്പൊ ലെസ് ദാൻ 50-ന് താഴെ അല്ലെങ്കിൽ 10-ന് താഴെ എങ്ങനെ വരുന്നു? 12-ന് താഴെ. ക്ലിയർ ആണോ? ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നത്. ഒന്ന് ഓപ്പോസിറ്റ് സൈഡ്, ഒന്ന് ഇങ്ങനെയായിരിക്കും, ഒന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രത്യേക പോയിന്റിന് മുകളിൽ എത്ര പേരുണ്ട്, ഒരു പ്രത്യേക പോയിന്റിന് താഴെ എത്ര പേരുണ്ട് എന്നുള്ള ഒരു ക്ലാരിറ്റി പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ പറയാൻ പറ്റും. ശരിക്കും നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പറയാം, ഇതുപോലൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ പറയാം. പക്ഷേ കുറച്ചും കൂടെ അതിന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ഇത്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോക്കുക. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡേറ്റയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഡേറ്റയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, just let me close it. Okay, ബാർ ഗ്രാഫ് പറഞ്ഞു, ഹിസ്റ്റോഗ്രാം പറഞ്ഞു, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്, ഒജീവ്, അതിൽ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ. ഇനി നമ്മൾ നേരെ കിടക്കാം സെൻട്രൽ ടെൻഡൻസിയിലേക്ക്. സെൻട്രൽ ടെൻഡൻസി. Central tendency measures. Actually, what is meant by central tendency? Central tendency is the tendency of all measures to roam around or concentrate around a central value. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു സെൻട്രലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒരു മെഷേഴ്സിന് കാണും. നമ്മൾ എന്തൊരു സംഭവത്തിൽ നമ്മൾ നോക്കിയായിരിക്കണം, സെന്റർ ഈസ് ഹൈലൈറ്റഡ്, അതേഴ്സ് ആർ റോമിങ് അറൌണ്ട് ദ സെന്റർ. ഇത് ശരിക്കും ഇറ്റ് ഇസ് എ കൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിനൻ നോർമാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആ ഒരു ടെൻഡൻസി ഓഫ് മെഷേഴ്സിനെയാണ് നമ്മൾ ആ ഒരു മെഷേഴ്സിന്റെ ബാക്കിയുള്ള, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഷേഴ്സിലെ ഒരു വാല്യൂവിനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള ബാക്കിയുള്ള മെഷേഴ്സിന്റെ ഒരു ടെൻഡൻസിയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇപ്പോ ഒരു ടെക്സ്റ്റ് ബോക്സ് എടുത്തു ഞാൻ, ഫോർ എക്സാമ്പിൾ.
അങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു ഇതിലെ ഫിഗേഴ്സ് ഇങ്ങനെ കാണുന്നു. ഒരു ഇതിന്റെ കുറെ ഫിഗേഴ്സ് ഇങ്ങനെ കാണുന്നു. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇത് ഒരു എക്സാമ്പിൾ ഒരു കുറെ മെഷേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ സെൻട്രൽ ടെൻഡൻസി വാല്യൂ നമ്മൾ കാണുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ വാല്യൂ ആണ് സെൻട്രൽ ടെൻഡൻസി നമുക്ക് കിട്ടി വിചാരിക്കാം. നമ്മളൊരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ദിസ് ഈസ് ദ സെൻട്രൽ ടെൻഡൻസി ഓഫ് ദിസ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിന്റെ സെൻട്രൽ ടെൻഡൻസി ഇതാണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ബാക്കിയുള്ള മെഷേഴ്സ് ഒക്കെ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ള ഇങ്ങനെ, അതായത് അത് ഒരു മിഡിലായിരിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ശരിക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, അതിനെയാണ് നമ്മൾ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മനസ്സിലായില്ല സർ. ഇനി മെഷേഴ്സ് മനസ്സിലായില്ല, ഒന്നും കൂടി പറയൂ. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താനാണ് വെറുതെ ഇങ്ങനെ ചിത്രമൊക്കെ വരഞ്ഞത്. ശരിക്കും ആവശ്യമില്ല. അതായത് ഒരു ഗ്രൂപ്പിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള മെഷേഴ്സ് ഒക്കെ അതിന് ചുറ്റിപ്പറ്റിയായിരിക്കും, അതിന്റെ അടുത്തൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു ക്ലാസ്സിലെ ആവറേജ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ചുറ്റുമായിരിക്കും. ആ 30നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. കുറച്ച് പേര് മുകളിൽ, കുറച്ച് പേര് താഴെ. അതൊരു റെപ്രസെന്റേഷണൽ വാല്യൂ ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് ആക്ച്വലി ദ സെൻട്രൽ ടെൻഡൻസി. ഒരു ഗ്രൂപ്പില് ഇപ്പൊ 50 പേരുണ്ട്. 50 പേർക്ക് നമുക്ക് എക്സാം നടത്തി. എക്സാമില് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവരുടെ മാർക്ക് നിങ്ങൾക്ക് 42 ആണ് ആവറേജ് കിട്ടിയത് ഔട്ട് ഓഫ് 50. ആർക്കും തന്നെ 30 താഴെ മാർക്കില്ല. അപ്പൊ എല്ലാവരും ഈ 42 മുകളിലും താഴെയുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റിയാണ്. അങ്ങനെ ഒരു ഏതൊരു കാര്യം എടുത്താലും there is a tendency of measures to roam around a central figure or central value. അതിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി പറയുന്നത്. There are 3 measures of central tendency. 3 measures of central tendency. 3 measures of central tendency. Arithmetic mean, median and mode. ഇത് നമുക്ക് ഇപ്പോ arithmetic mean, median, mode. These are the 3 measures of central tendency. Arithmetic mean, median and mode. നമുക്ക് ഓരോന്നും നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. Arithmetic mean, median and mode. Arithmetic mean is the average. Average ആണ് arithmetic mean. Average, that is sum of the observations divided by number of observations. Sum of the observations divided by number of observations. And then average എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. Arithmetic mean is generally known as average. Average is, or arithmetic mean is the best measure of central tendency. It is the best measure of central tendency. അപ്പൊ ഇത് നമ്മൾ ഒരു വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾക്ക് അറിയാം. ഈസിലി നമുക്ക് അറിയാം എങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് 2 ഉണ്ട്. ഫോർ എക്സാമ്പിൾ I have numbers 2, 3, 4, 5, 6. ഞാൻ എങ്ങനെ കാണുന്നതിനെ എല്ലാം ആഡ് ചെയ്യുന്നു. 2 + 3 5, 5 + 4 9, 9 + 5 14, 14 + 6 20, 20 divided by 1, 2, 3, 4, 5 is equal to 4. അപ്പൊ എന്റെ arithmetic mean എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. എല്ലാ മെഷേഴ്സിനെയും ആഡ് ചെയ്യുന്നു. 2 + 3 + 4 + 5 + 6. 2 + 3 5, 5 + 4 9, 9 + 5 14, 14 + 6 20. 20 divided by number of observation. How many? 1, 2, 3, 4, 5 is equal to 4. ഇതാണ് ഈസി വേ. ദാറ്റ് ഈസ് ഇത് നമ്മൾ റോ ഡാറ്റ ആണെങ്കിലാണ്. റോ ഡാറ്റ if it is not frequency distribution, സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. If it is a frequency distribution or organized data, organized data ആണെങ്കിൽ എങ്ങനെ arithmetic mean ആണ്? അപ്പൊ നമ്മൾ ചെയ്യുന്നത് സിഗ്മ fx/n. മറ്റേ നമ്മൾ സിഗ്മ x/n എന്നാണ് പറയുന്നത്. Let me go towards insert simple sigma simple. Okay. Okay. Sigma x/n
ഇതാണ് നമ്മുടെ ജനറൽ അല്ലെ, ജനറൽ ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ. ഓർഗനൈസ്ഡ് ഡാറ്റ ആണെങ്കിൽ ഇത് സിഗ്മ എഫ് എക്സ് ബൈ എൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എക്സ് ബൈ എൻ ആണ്. എക്സ് എന്ന് പറയുമ്പോൾ ഓരോ ഒബ്സർവേഷനും ആഡ് ചെയ്യുന്നു. സിഗ്മ എന്ന് പറയുമ്പോൾ ടോട്ടൽ സം ഓഫ് ദ ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ എൻ ഈസ് നമ്പർ, എത്ര പേരുണ്ടെന്ന് അല്ലെ. എക്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആയിരുന്നു, അവിടെ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആയിരുന്നു. എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ അല്ലെ, നമ്പർ ആയിരുന്നു. അല്ലെ, അതാണ് നമ്മൾ ഓരോ ഒബ്സർവേഷൻ 2, 3, 4, 5, 6 ഓരോന്നിനെയും സിഗ്മ ചെയ്തു, ആഡ് ചെയ്തു, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്ത കേസ് ഓർഗനൈസ്ഡ് ഡാറ്റ ആണെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഇവിടെ എന്താണ് എഫ്? എഫ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി. എക്സ് എന്താണ്? ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ, നമ്മൾ മിഡ് പോയിന്റ് എന്ന് പറയും, മിഡ് പോയിന്റ്. എൻ എന്താണ്? ടോട്ടൽ നമ്പർ. ഇവിടെ നമ്മൾ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും, ഫ്രീക്വൻസി ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരു ചാർട്ട് എടുത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ഡാറ്റ തരുന്നു, നിങ്ങൾ അത് ചെയ്ത് നോക്കാം. ഞാനിവിടെ ക്ലാസ്സസ് തന്നിട്ടുണ്ട്, അടുത്തതില് ഞാൻ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ക്ലാസ്സസിൽ എനിക്ക് 0 to 10 ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി 4 ആണ്. നെക്സ്റ്റ് 10 to 20 എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്, 6 ആണ് അതിന്റെ ഫ്രീക്വൻസി. 20 to 30 എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, 12 ആണ് ഫ്രീക്വൻസി. 30 to 40 എന്ന് പറയുന്ന ക്ലാസ് ഉണ്ട്, ഫ്രീക്വൻസി ഈസ് 18. 40 to 50 class ഉണ്ട്, frequency is 10. For example, this is my class and frequency. ഇതില് എനിക്ക് എന്ത് വേണം? എന്താണ്, എങ്ങനെയാണ് അരിത്തമെറ്റിക് മീൻ കാണുന്നത്? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് അരിത്തമെറ്റിക് മീൻ? ടെൽ മീ. സിഗ്മ എഫ് എക്സ് ബൈ എൻ. എഫ് എന്താണ്? ഫ്രീക്വൻസി. ഇതാണ് ഫ്രീക്വൻസി അല്ലെ, ഇതാണ് ഫ്രീക്വൻസി. വാട്ട് ഈസ് എക്സ്? മിഡ് പോയിന്റ്. മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ. അപ്പൊ മിഡ് പോയിന്റ് ഇവിടെ തന്നിട്ടില്ല, അപ്പൊ എഫ് തന്നിട്ടുണ്ട്, എക്സ് തന്നില്ല. അപ്പൊ ഞാനിവിടെ എക്സ് കാണുന്നു, അതിന് ഞാൻ മിഡ് എക്സ് എന്ന് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് വാല്യൂ 0-നും 10-ന്റെയും നടുക്കുള്ള വാല്യൂ 0 + 10/2 5 വന്നു. അടുത്ത കേസിൽ 10 + 20/2 15 വന്നു. അടുത്ത കേസിൽ 25 വന്നു, 35, 35, 45 അങ്ങനെ വരും. ഓക്കെ, ആർക്കും കൺഫ്യൂഷൻ ഇല്ല, സിമ്പിൾ ആണ്, വളരെ ബേസിക് ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും വരുന്നല്ല, പക്ഷെ പല കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനുള്ളത്. എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എഫിന്റെ ടോട്ടലാണ്. എഫ് അതായത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടൽ. എത്രയാണ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ? 30, 40, 50 ആണ്. എൻ ഈസ് ഈക്വൽ ടു 50. അപ്പൊ എല്ലാ വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ജസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. അപ്പോ ഫോർമുല നോക്കാം. എൻ കിട്ടി, മിഡ് എക്സ് കിട്ടി, എഫ് കിട്ടി, എക്സ് കിട്ടി, എഫ് കിട്ടി. അപ്പൊ എന്താണ് കാൽക്കുലേഷൻ നോക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി അല്ലെങ്കിൽ ബേസിക് അറിയാത്തവർക്കും ഈ ഒരു ഫോർമുല കണ്ടാൽ നിങ്ങൾക്ക് അറിയും. എഫ് എന്താണെന്ന് അറിഞ്ഞു, എക്സ് ഇല്ല, എക്സ് നമ്മൾ കണ്ടെത്തി, മിഡ് പോയിന്റ് ആണ്. എൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി ഫോർമുല നോക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? സിഗ്മ എഫ് എക്സ് കാണും. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്താണ് ഈ സിഗ്മ എഫ് എക്സ്? അപ്പൊ എഫ് എക്സ് ഉണ്ട് അവിടെ. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത ടേം നമ്മൾ ഇവിടെ എഴുതു, എഫ് എക്സ് എന്ന് പറയുന്ന ടേം എഴുതും. എഫ് ഇൻറ്റു എക്സ്, അതാണ് എഫ് എക്സ്. എഫ് ഉണ്ട്, എക്സ് ഉണ്ട്, എഫ് ഇൻറ്റു എക്സ്, എഫ് എക്സ്. അതിന്റെ ടോട്ടൽ ആണ് സിഗ്മ എഫ് എക്സ്. അതിന്റെ താഴെ നമ്മൾ ഇവിടെ പോയി കിട്ടുമ്പോ ഇതിനെയാണ് സിഗ്മ എഫ് എക്സ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. സിഗ്മ എഫ് എക്സ് ഇവിടെയാണ് കിട്ടുന്നത്. പിന്നെ എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം എഫ് എക്സ് കാണണം, ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. എഫ് എക്സ് കാണണം. അപ്പൊ 4 × 5 20, 6 × 15 90, 25 × 12 300, 18 × 35 700, 630, 450 അല്ലെ. അതിനെ ടോട്ടൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് വാല്യൂ 1000, 1890, 1490 ആണോ? ഐ തിങ്ക് സോ. ഓക്കെ,
2000. 1490. അതെ അതെ. ഓക്കെ, അപ്പൊ സിഗ്മ എഫ് എക്സ് കിട്ടി. ഇനി സിഗ്മ എഫ് എക്സ് ബൈ 2, സിഗ്മ എഫ് എക്സ് സോറി ബൈ എൻ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എൻ എത്രയാ? 50 അല്ലേ? അപ്പൊ അരിത്തമെറ്റിക് മീൻ ഇക്വേഷൻ നമ്മൾ നോക്കാം. അരിത്തമെറ്റിക് മീൻ ഇക്വേഷൻ, വാട്ട് ഇസ് അരിത്തമെറ്റിക് മീൻ? അരിത്തമെറ്റിക് മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ, അരിത്തമെറ്റിക് മീൻ നമ്മൾ എക്സ് ബാർ എന്ന് സൂചിപ്പിക്കുന്നത്. അരിത്തമെറ്റിക് മീനെ എക്സ് ബാർ, ക്യാപിറ്റൽ എക്സ് ബാർ എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ് ബാർ മോഡലിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് മീനിനെ സൂചിപ്പിക്കുന്നത്, എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പൊ സിഗ്മ എഫ് എക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടി 1490 ഡിവൈഡഡ് ബൈ 50. കിട്ടും ക്യാപിറ്റൽ ലെറ്റർ എന്നല്ലേ ഏത്? എഴുതുമ്പോ സ്മോൾ ലെറ്റർ എന്ന് എഴുതി, മറ്റടുത്ത് ക്യാപിറ്റൽ ലെറ്റർ എന്നല്ലേ എഴുതി. അപ്പൊ രണ്ടും സെയിം അതായി വന്നത്. ഇത് കുഴപ്പമില്ല. Capital. സാമ്പിളിൽ നമുക്ക് സ്മോൾ എഴുതിയാൽ മതി, കുഴപ്പമില്ല. നമ്മൾ ഇവിടെ ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ട് എൻ എഴുതി അതിൽ സ്പേസ് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലായി എൻ ക്യാപിറ്റൽ ആവും. 29.8. ഓക്കെ, 29.8 എന്ന് കിട്ടും. സിമ്പിൾ ആണ് ഇത്. നമുക്ക് റിഗ്രഷൻ ചെയ്യുമ്പോഴും അനോവ ചെയ്യുമ്പോഴും കുറെ കാൽക്കുലേഷൻ ടി ടെസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അരിത്തമെറ്റിക് മീൻ. വെരി ബേസിക് കാൽക്കുലേഷൻ ആണ്. എഫും എക്സും നമുക്ക് എഫ് തന്നിട്ടുണ്ടായിരിക്കും, എൻ ഉണ്ടായിരിക്കും, എക്സ് മിഡ് പോയിന്റ് ആണ്. എഫ് ഇൻറ്റു എക്സ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ക്ലാസിന്റെ ഫ്രീക്വൻസിയും ആ ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന മിഡ് പോയിന്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന് കിട്ടുന്ന വാല്യൂ എഫ് എക്സ് ആണ്. എഫ് എക്സിനെ നമ്മൾ ടോട്ടൽ ചെയ്യുക, എല്ലാ ക്ലാസിന്റെയും എഫ് എക്സ് ആഡ് ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. സിഗ്മ എഫ് എക്സിനെ ടോട്ടൽ ഫ്രീക്വൻസി ആയ എൻ എന്ന് പറയുന്ന ആ വാല്യൂ ആയ ഇവിടെ 50 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അരിത്തമെറ്റിക് മീൻ. അപ്പൊ ഇനി ഞാനിവിടെ വേറൊരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ വിയർ പോയിരിക്കുന്ന മീഡിയൻ. ഓക്കെ, അപ്പൊ ഇതേ ക്ലാസ് ഇന്റർവെൽ തന്നെയാണ് ഞാനതിലെ വാല്യൂ എന്ന് മാറും. ഫോർ എക്സാമ്പിൾ വി ഹാവ് 7, 12, 11. Okay, please try this. Sorry, this I converted into 20. Okay. അപ്പൊ ഇതിൽ നിങ്ങളൊന്നും ചെയ്തു, നമുക്കെല്ലാം അതേ വെച്ച് തന്നെ നമ്മൾ ചെയ്യുന്നത്. സോ ഹൗ വിൽ ഇറ്റ് ഡിഫർ ചെയ്ത് നോക്കാം. ഇത് വളരെ ബേസിക് കാൽക്കുലേഷൻ ആണ്. അപ്പൊ അരിത്തമെറ്റിക് മീൻ കാണാൻ അറിയില്ല നമ്മൾ ഒരിക്കലും പറയരുത്. ഇതിപ്പോ കൊമേഴ്സ് പഠിച്ചവര്, സൈക്കോളജി പഠിച്ചവര്, എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, ഇങ്ങനെയുള്ള കൊമേഴ്സ്, ബികോം ഇവരൊക്കെ കഴിഞ്ഞവർക്കൊക്കെ ഇത് വളരെ ഈസി ആയിരിക്കും. യു വിൽ ബി സർപ്രൈസിങ് വൈ ദിസ് ബേസിക് തിങ്സ് ആർ ടോട്ട്. പക്ഷെ ചില ആളുകൾ ലാംഗ്വേജ് പഠിച്ചവർ, ഇംഗ്ലീഷോ അതല്ലെങ്കിൽ മലയാളം, ഹിന്ദി, അതല്ലെങ്കിൽ ചില ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിച്ചവർക്ക് ദേ വിൽ ബി ന്യൂ ടു ദിസ് അരിത്തമെറ്റിക് മീൻ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്ന് പറയുന്നത്. ജസ്റ്റ് ബേസിക് ആണെങ്കിലും യു ഹാവ് ടു ഗെറ്റ് ഫെമിലിയറൈസ്ഡ് വിത്ത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വെദർ യു ആർ ഏബിൾ ടു ഡു ഇറ്റ്. എനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. ഇഫ് യു ഹാവ് സം കൺഫ്യൂഷൻ പ്ലീസ്. $20.57. ഓക്കെ,
ഇത് നമ്മൾ മീഡിയനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ. Median is the middlemost value when the observations are arranged in the order of magnitude. Median is the middlemost value when the observations are arranged in the order of magnitude. Middlemost value when the observations are arranged. Median നമുക്ക് ചില കേസിൽ മീഡിയൻ അങ്ങനെ വളരെ ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പൊ നമ്മൾ കാൽക്കുലേഷൻ ഫർദർ ചെയ്യുമ്പോഴൊന്നും ഇല്ലെങ്കിലും യു ഷുഡ് നോ വാട്ട് ഇസ് മീഡിയൻ. വെൻ ദ ഒബ്സർവേഷൻസ് ആർ നമ്മൾ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഐദർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ മിഡിൽ വരുന്ന വാല്യൂ ആണ് സാധാരണ മീഡിയൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് റോ ഡാറ്റയുടെ കേസിലാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ 1 2 3 5 6 4 7 8 9 11 12 23 25 നോക്കാം. ഇങ്ങനെ ഒരു ഡാറ്റ സെറ്റ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോ വാട്ട് ഇസ് മീഡിയൻ? മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ വെൻ ദ ഒബ്സർവേഷൻസ് ആർ അറേഞ്ച്ഡ്. അപ്പൊ ഞാൻ ഇതിനെ അറേഞ്ച് ചെയ്യാൻ പോകുന്നു. ആദ്യം 36, ഒന്നുകിൽ അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അസെൻഡിങ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 1 2 3 4 വരുന്നുണ്ട്. അപ്പൊ ഞാൻ 4 എഴുതി. 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്. പിന്നെ എനിക്ക് വരുന്നത് 11 ആണ്. കഴിഞ്ഞ് 23 23 25 30 അല്ലേ? ഇനി ഇതിൽ നോക്കുക എത്ര വാല്യൂ ഉണ്ട് അതിൽ മിഡിൽ മോസ്റ്റ് വാല്യൂ. അപ്പൊ ഞാൻ 1 2 3 4 5 6 7 8 വാല്യൂ. ഇവിടെ 8 ഫോർ എക്സാമ്പിൾ 8 എടുത്ത് ഇവിടെ 8 എടുത്ത് നോക്കട്ടെ. 1 2 3 4 5 6 7. അപ്പൊ ഞാനിവിടെ 8 1 2 3 4 5 6 7. ഈ 7 ഇവിടെ 7 എടുത്തു, അവിടെ 7 എടുത്തു. അപ്പൊ അതില് രണ്ട് ഭാഗത്ത് 7 കളഞ്ഞു. അപ്പൊ നടുക്ക് വരുന്ന വാല്യൂ 8 ആണ്. അപ്പൊ എന്റെ മീഡിയൻ എന്ന് പറയുന്നത് 8 ആണ്. 8 ഈസ് ദ മീഡിയൻ. സിംപ്ലി നമ്മൾ അറേഞ്ച് ചെയ്തു, അതിൽ നടുക്ക് വരുന്ന ആളിനെ എടുത്തു. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് 36 എന്നൊരു വാല്യൂ ഇല്ല. അപ്പൊ എന്റെ മീഡിയൻ എത്രയായിരിക്കും? അപ്പൊ ഇവിടെ ഓഡ് നമ്പർ ആണ് വന്നത്. ഈക്വൽ ആയി എടുക്കുമ്പോഴേ എനിക്ക് ഇവിടെ 7 പേര് എടുത്താൽ ഇവിടെ 7 പേര് എടുക്കണമെങ്കിൽ 8 പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ ഇവിടെ 6 പേരെടുത്തു. 36 വാല്യൂ ഇല്ല എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് മീഡിയൻ എങ്ങനെ കാണാൻ നോക്കാം. ഇവിടെ 1 2 3 4 5 6, ഇവിടെ 1 2 3 4 5 6. ബാക്കി നടുക്ക് 2 പേര് വന്നു. അപ്പൊ മീഡിയൻ കാണുന്നത് അതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് 7 + 8 7 + 8/2. അപ്പോ 15/2 7.5. അതാണ് മീഡിയൻ വാല്യൂ വരുന്നത്. 7.5 ആയിരിക്കും മീഡിയൻ വരുന്നത്. അപ്പൊ മിഡിൽ മോസ്റ്റ് വാല്യൂ ഒബ്സർവേഷൻസ് അറേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ മിഡിൽ വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ ഈസ് ദ മിഡിൽ മോസ്റ്റ് വാല്യൂ when the observations are arranged either ascending or descending. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? റോ ഡാറ്റ ആണെങ്കിൽ. when it is a frequency distribution, ഇനി അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീഡിയൻ കാണുന്നത് എങ്ങനെയാണ്? മീഡിയൻ ഈസ് ഈക്വൽ ടു L plus n/2 minus cumulative frequency upon frequency into 100. Just let me draw it. Drawing is a bit difficult. Okay. ഈ ചിലപ്പോൾ നിങ്ങൾ വേറെ ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അത് പഠിക്കാം. ഓൺ ഫ്രീക്വൻസി ഓക്കെ ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഇതിലാക്കുന്നു. അപ്പൊ ഇതാണ് L plus n/2. അപ്പൊ ഇവിടെ എനിക്ക് ഇതൊറ്റ ടേം ആണ് കേട്ടോ. L/2
എൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് കാണുന്നത്. അപ്പൊ അത് ഇവിടെ എനിക്ക് വേർതിരിക്കാൻ ഒരു ചെറിയൊരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് എക്സാക്ട്ലി ഫോർമുല എൽ പ്ലസ് n/2 മൈനസ് n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുക, അതിനെ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഇൻറ്റു ക്ലാസ് ഇന്റർവെൽ. ഇതാണ് നമ്മുടെ മീഡിയൻ കാണാനുള്ള ഇക്വേഷൻ. എൽ പ്ലസ് പിന്നെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ചെയ്യേണ്ടത്. ഞാൻ ഇങ്ങനെ ആയപ്പോ എനിക്ക് അതിന്റെ ഫോർമുല നമ്മൾ നെറ്റിൽ നിന്ന് എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും വരുന്നത്. ലെറ്റ് മി ട്രൈ. ഫോർമുല ഫോർ മീഡിയൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ വേറെ ഓക്കെ, ദിസ് ഇസ് എ ഫോർമുല. എക്സാക്ച്വലി അതിൽ ചില നമ്മൾ ഉപയോഗിച്ച പദങ്ങളിലൊക്കെ ചില വ്യത്യാസം കാണുന്നേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു ഫോർമുല ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദ ഫോർമുല ആസ് സച്ച്. ഓക്കെ, നോക്കൂ, ഞാൻ എഴുതിയിരിക്കുന്ന എൽ പ്ലസ് n/2 ഇങ്ങനെ വലിയ ബ്രാക്കറ്റ് കൊടുക്കണം ഞാൻ ഉദ്ദേശിച്ചത്. n/2 മൈനസ് CF/F ഇൻറ്റു H എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ക്ലാസ് ഇന്റർവൽ CI എന്നാണ് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയും കൊടുക്കാം. അപ്പൊ ഈ ഫോർമുല തന്നെയാണ് ഞാൻ മീഡിയൻ ഈസ് ഈക്വൽ ടു എൽ പ്ലസ്, ഞാനവിടെ ക്യാപിറ്റൽ എൽ കൊടുത്തു, ഇതിലൊക്കെ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷനേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. എൽ പ്ലസ് n/2 മൈനസ് CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു ക്ലാസ് ഇന്റർവൽ CI. ഓക്കെ, അപ്പൊ ഓരോന്ന് മനസ്സിലാക്കുക. എന്താണ് എൽ എന്ന് പറയുന്നത്? എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഞാനിവിടെ കൊടുത്ത് ഇതാണ് ഫോർമുല കേട്ടോ. n/2 മൈനസ് CF അപ്പോൺ F ഇൻറ്റു ക്ലാസ് ഇന്റർവൽ എൽ പ്ലസ്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നും ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് എൽ? L is equal to exact lower limit of the median class. Median class in the lower limit ആണ്. Median class in the lower limit. അപ്പൊ നമുക്ക് ആദ്യം പോയിന്റ്, click the point, median class we have to identify. Next is n/2. n എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസി ആണ് അല്ലെ. n/2 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്രീക്വൻസിന്റെ പകുതി. CF എന്താണ്? CF is equal to cumulative frequency. നമ്മള് cumulative frequency കർവ് ചെയ്തപ്പോൾ ചെയ്ത അതേ കാൽക്കുലേഷൻ, അതേ സംഭവമാണ് ഇവിടെ ചെയ്യേണ്ടത്. cumulative frequency till the median class. median class വരെയുള്ള till the median class വരെയുള്ള ക്ലാസിന്റെ what is F? Corresponding frequency of the median class. Corresponding or simply we can say that frequency of the median class. Median class in the frequency. CI എന്താണ്? Class interval. അപ്പൊ ഈ ഫോർമുലയിൽ നോക്കിയിട്ട് നമ്മൾ H പകരം CI ഇട്ടു, അത്രേ ഉള്ളൂ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എഴുതിയപ്പോ വേറെ രീതിയിൽ ആയിപ്പോയി, ഞാൻ ഡ്രോ ചെയ്തപ്പോ അങ്ങനെ ആയിപ്പോയി. ഇതാണ് എക്സാക്ട്ലി ദ ഫോർമുല. Median is equal to L plus n/2 minus CF upon F into class interval. Clear ആണല്ലോ? ഓരോ ടേംസും ക്ലിയർ ആണ്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. Now when we are going to calculate median കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ കാര്യം അല്ലെ, ഇതാണ് നമ്മുടെ സംഭവം കിടക്കുന്നത്. നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ ഇതാണ് കിടക്കുന്നത്. മീഡിയൻ ഇക്വേഷൻ നമ്മൾ എഴുതി. എന്തൊക്കെ നമുക്ക് വേണം മീഡിയനിലേക്ക് നോക്കുക. എൽ എന്താണ്? what do you mean by L? Exact lower limit of the median class. എനിക്കിവിടെ മീഡിയൻ ക്ലാസ് കാണാതെ വേറെ ഒന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യം ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടാലേ എനിക്ക് മീഡിയൻ എവിടെ കിടക്കുന്നു. മിഡിൽ മോസ്റ്റ് വാല്യൂ എന്ന് അറിയപ്പോഴേ ഇവിടെ വാല്യൂ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല. വാല്യൂ നേരത്തെ പോലെ വാല്യൂ ഓരോന്നല്ല, വാല്യൂ ഫ്രീക്വൻസി ആയാണ് കിടക്കുന്നത്. അപ്പൊ 50 പേരിൽ നടുക്ക് നിൽക്കുന്ന ആളെ ഏത് ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് ഞാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. അപ്പൊ ലെസ് ദാൻ അപ്പർ ലിമിറ്റിന്റെ താഴെ എത്ര പേരുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പർ ലിമിറ്റിന് താഴെ, അപ്പർ ലിമിറ്റ് എത്രയാ? 10. 10ന് താഴെ 7 പേര് അല്ലെ. അടുത്തത് അപ്പർ ലിമിറ്റ് 20. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ ലെസ് ദാൻ അപ്പർ ലിമിറ്റ് ആണ്. അപ്പർ ലിമിറ്റിന് താഴെ നമ്മൾ
അപ്പൊ ഇതിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 10 അല്ലേ? 10-ന് താഴെ 7 പേര്. അടുത്തത് 20. 20-ന് താഴെ ഈ 12 10-നും 20-നും ഇടയിലാണ് 7 പേരും അതിന്റെ താഴെ. അപ്പൊ 12 7 19 പേര്. അടുത്തത് ഈ 19 ആഡ് ചെയ്യും 38 പേരും 30-ന് താഴെയുണ്ട്. അടുത്തതോ 40-ന് താഴെ 38 20 58 61 പേരുണ്ട് അല്ലെ? 38 59 സർ. 59. സോറി 59 പേരുണ്ട്. അടുത്തത് 70 പേര് അല്ലെ? ഇതാണ് നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ എടുത്തത് അറിയാലോ, അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്. അപ്പൊ നമുക്ക് എല്ല് കിട്ടുന്നത് എങ്ങനെയാണ്? ഇനി നമ്മൾ മീഡിയൻ കാണണം. എവിടെയായിരിക്കും മീഡിയന്റെ പൊസിഷൻ? എന്റെ ടോട്ടൽ ഫ്രീക്വൻസി 70 ആണ്. എന്റെ ടോട്ടൽ ഫ്രീക്വൻസി 70 ആണ്. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പൊ 70-ന്റെ പകുതി നടുക്കായിരിക്കും മീഡിയൻ. 70/2 35ാമത്തെ വാല്യൂ ആയി വരുന്ന ആളായിരിക്കും എന്റെ മീഡിയൻ വാല്യൂ അല്ലെ? 70/2 പകുതി വരുന്ന ആ പൊസിഷനിൽ നിൽക്കുന്ന ആളായിരിക്കും എന്റെ മീഡിയൻ വാല്യൂ. അപ്പൊ ഞാൻ n/2 കാണുന്നു, എനിക്ക് 35 എന്ന് കിട്ടുന്നു. 35 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണോ ആദ്യം വരുന്നത് ആ വാല്യൂ, ആ ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. അപ്പൊ ഇവിടെ 19 കഴിഞ്ഞാൽ 35 വരുന്ന ക്ലാസ് ഇതാണ്. ഈ ക്ലാസ് ആണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഈ ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. ഇനി അത് വെച്ചിട്ട് ബാക്കി എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് എത്രയാണ്? 20. ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് അല്ലെ? CF എന്താ? വാട്ട് ഈസ് CF? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സോറി, ലെറ്റ് മീ ടേക്ക് ഇറ്റ്. ഞാൻ ഇതിനെ അങ്ങോട്ട് എടുക്കുന്നു, ഫോമായിട്ട് എഴുതാം. ഓക്കെ, എല്ല് അതിന്റെ ലോവർ ലിമിറ്റ് ആണെന്ന് പറഞ്ഞു. എന്താ n/2 ഇവിടെ ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് n/2 ആണ്. 35 നമ്മൾ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. n/2 35 അല്ലെ? n/2 is 35. അടുത്ത വാല്യൂ എന്താണ്? CF. വാട്ട് ഈസ് CF? താഴെ നമ്മൾ എഴുതി. എന്താ CF എന്ന് പറഞ്ഞാല്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടിൽ ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസ്. താഴെ ഒന്ന് മുകളിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നത്തെ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതാണ് CF. മനസ്സിലായോ? ടിൽ ദ മീഡിയൻ ക്ലാസ് ആണ്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് CF. അപ്പൊ എത്രയാണ്? 19. വാട്ട് ഈസ് F? F എന്താണ്? കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി ആണ് F എന്ന് പറയുന്നത്, 19. അടുത്തതോ ക്ലാസ് ഇന്റർവെൽ. വാട്ട് ഈസ് ക്ലാസ് ഇന്റർവെൽ? ക്ലാസ് ഇന്റർവെൽ CI. ക്ലാസ് ഇന്റർവെൽ നമുക്കിവിടെ 2 ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 10 ആണ്. എല്ലാ വാല്യൂസും കിട്ടി. ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഇക്വേഷൻ അറിയാലോ. L പ്ലസ് വാട്ട് ഈസ് L? 20 പ്ലസ് ഈ n/2 മൈനസ് ക്യാപിറ്റൽ F. സോറി, n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. n/2 35 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 19 ഡിവൈഡഡ് ബൈ 19 ഇൻറ്റു 10. ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പൊ 20 പ്ലസ് 35 മൈനസ് 19 എത്രയാണ്? 35 മൈനസ് 19 16. 16. 15 16. 16 ഡിവൈഡഡ് ബൈ 19. എന്നിട്ട് അതിനെന്ത് ചെയ്യണം? നമ്മള് ആ വാല്യൂവിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടിയ വാല്യൂ ലാസ്റ്റ് നമ്മൾ 20 കൊണ്ട് ആഡ് ചെയ്യണം. 28. എത്ര കിട്ടും?
28 answer. 28 ആ? Yeah. ഓക്കെ, ലാസ്റ്റ് 28 എന്നുള്ള ആൻസർ. അപ്പൊ നമ്മൾ ചെയ്തത് എന്താണ്? ഒന്നുകൂടെ ഞാൻ പറയാം. ഇക്വേഷൻ എന്ന് പറയുന്നത് L plus n by 2 minus cumulative frequency upon frequency divided by frequency into class interval. L എന്ന് പറയുന്നത് exact lower limit of the median class. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ്, n by 2 അതിന്റെ പകുതി, ഫ്രീക്വൻസിയുടെ പകുതി. CF എന്താ? cumulative frequency of the preceding median class അല്ലെങ്കിൽ till the median class. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസിന്റെ, അതിന്റെ താഴെയുള്ള ക്ലാസ്, താഴെ എന്ന് പറയുമ്പോൾ അതിന്റെ ചെറിയ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. F എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ്. H അല്ലെങ്കിൽ CI എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവെൽ ആണ്. ഇനി ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? We have gone for ആദ്യം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്? അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്? അപ്പൊ നമ്മള് 10നും 0നും ഇടയ്ക്ക് 7 പേര് എന്ന് പറയുമ്പോൾ 10ന് താഴെയാണ് 7 പേര്. കാരണം 10 അടുത്ത ക്ലാസ്സിലാണ്. അപ്പൊ 10ന് താഴെ തന്നെയാണ് 7 പേര്. അപ്പൊ അങ്ങനെ നമ്മള് ആദ്യത്തെ ക്ലാസ്സിന് കണ്ടു. രണ്ടാമത്തെ ക്ലാസ്സിന് ആ 10ഉം കൂടെ അടുത്ത 10/20 എന്ന് പറയുന്ന ക്ലാസിന്റെ ഫ്രീക്വൻസി ആയി 12ഉം കൂടെ ആഡ് ചെയ്തു, 19. Then again next class frequency will be added, 38, 59, 70. 70 ടോട്ടൽ ഫ്രീക്വൻസി ആവുമ്പോഴേ അതിന്റെ മിഡിലിൽ വരുന്ന, അതിന്റെ നടുക്ക് വരുന്ന വാല്യൂ, അതാണ് മീഡിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് കൺസെപ്റ്റ്, അല്ലെ? മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ് കൺസെപ്റ്റ്. അപ്പൊ ഈ മിഡിൽ മോസ്റ്റ് വാല്യൂ ആയ വാല്യൂവിനെ കണ്ടെത്താൻ വേണ്ടി n/2 പൊസിഷനില് നടുക്ക് വരുന്ന ആളിനെയാണ് നമ്മൾ തേടി പിടിക്കുന്നത്. അപ്പൊ 35ാമത്തെ ആള് വരുന്ന ക്ലാസ്, ആ ക്ലാസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 35 എവിടെ വരുന്നോ ആ ക്ലാസ്സിനെയാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മീഡിയൻ ക്ലാസ് ഐഡന്റിഫൈ ചെയ്തു. 38 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഈ ക്ലാസ് ആണ് മീഡിയൻ ക്ലാസ്. ഇനി ഓരോന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. എന്തൊക്കെ കണ്ടുപിടിച്ച് നമ്മള്? L കാണണം. L എന്താണ്? മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് 20 ആണ് L. അങ്ങനെയാണ് L കിട്ടിയത്. n/2 35 ആണ്. n 70 ആണെങ്കിൽ n/2 35 ആണ്. CF എന്താണ്? CF 19 എങ്ങനെ കിട്ടി? ദിസ് ഈസ് CF. എങ്ങനെ CF കിട്ടിയത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ പ്രിസീഡിംഗ് ക്ലാസ് ഓഫ് മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ തൊട്ട് പിന്നിലുള്ള താഴെയുള്ള നോക്കരുത്, വാല്യൂവിലാണ് താഴെ. അപ്പൊ ഇവിടെ മുകളിലാണ്. അപ്പൊ ആ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് 19 എന്ന് CF കിട്ടിയത്. F എന്താ? ആ മീഡിയൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. C എന്താണ്? ക്ലാസ് ഇന്റർവെൽ. ഏതെങ്കിലും രണ്ട് ക്ലാസ്സുകളുടെ അപ്പർ ലിമിറ്റോ ലോവർ ലിമിറ്റോ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് CI എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് മീഡിയൻ ഫോർ ദിസ് ക്ലാസ്. 10 to 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49. You can do this calculation. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾ.
equation L plus n by 2 minus cumulative frequency upon frequency term. So again, this is the value. You have to find out the cumulative frequency less than first. Then you have to do the rest of the calculation. Okay. But now we are stopping today. You just take this and prepare. Next class, നമ്മൾ ഇനി അതുമായി മുന്നോട്ട് പോകും. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്പീഡ് ആക്കും. ഇപ്പൊ ഇത് നമ്മൾ കുറച്ച് ഇവിടെ CF നമ്മൾ കണ്ടുപിടിക്കണോ സാറേ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റിന്റെ താഴെ എത്ര പേരുണ്ടെന്നാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്നിട്ടാണ് നമ്മൾ മീഡിയൻ ക്ലാസ്. അപ്പൊ അതിന്റെ പകുതി വരുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും മീഡിയൻ ക്ലാസ് വരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതർവൈസ് വിൽ സ്റ്റോപ്പ്.